കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി, ഒരുപക്ഷെ ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരുകളുടെ ചരിത്രത്തിലാദ്യമായി പിന്നെ ഒരു ഡിസൈൻ പോളിസി ഇന്നത്തെ കേരളത്തിലെ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇത്രയും പണം ചെലവഴിച്ച ഒരു സർക്കാരിൻ്റെ കാലയളവിൽ വേറെ ഒരു ഗവൺമെൻറ്റും ഇല്ല, ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. 80,000 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഈ 9 വർഷത്തിനിടയിൽ അവർ ഗവൺമെൻറ് ചെയ്യുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ്. ടൂറിസം രംഗത്ത് എക്സ്പേർട്സ് പറയുന്നത് മിയാമി, പിന്നെ മെറീന, അത് കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ച് എന്നാണ്. എഴുതി തയ്യാറാക്കിയ ഒരു ശുചിത്വ പ്രോട്ടോകോൾ കൃത്യമായിട്ട് നടപ്പാക്കുന്ന 2 സ്ഥാപനം കോഴിക്കോട്. അതിലൊന്ന് പിന്നെ നമ്മുടെ സ്മൃതിപഥമാണ്. അപ്പോൾ ഈ നിർമ്മാണം നമ്മൾ നടത്തുന്ന സമയത്ത് ഈ പറഞ്ഞ ഓരോ സ്ഥാപനത്തിനും ഒരു സാമൂഹ്യമായിട്ടുള്ളൊരു ധർമ്മം നിർവഹിക്കാനുണ്ട്. അത് വെറുതെ എൻ്റെ കാലത്ത് ഇത്ര കോടിയുടെ വികസനം നടന്നു, 500 കോടിയുടെ അല്ല 1000 കോടിയുടെ നടത്തി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത് ഒരുപാട് കാലത്തേക്കും തലമുറകൾക്കും അത്തരമൊരു സ്ഥാപനം നിർവഹിക്കേണ്ട ധർമ്മം നിർവഹിക്കാൻ പ്രാപ്തമാകുന്ന ഒന്നായിരിക്കണം ആ ഡെവലപ്മെൻറ്റ്, ആ പ്രോജക്റ്റ് എന്തായാലും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികാസമാണ്. അവരുടെ എല്ലാ സർഗാത്മകമായ കഴിവുകളും വികസിപ്പിക്കേണ്ട ഒരിടമാണ് വിദ്യാലയം. ഒരു സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കെട്ടിട നിർമ്മാണം എന്നതിനപ്പുറത്തേക്ക് അതൊരു അന്തരീക്ഷ സൃഷ്ടിയാണ്. ഒരു മടുപ്പുളവാകാത്ത സ്കൂളിൽ തന്നെ തുടരാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവണം. ടീച്ചേഴ്സിനും അതെ. ഇന്നത്തെ കാലത്ത് കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രധാനപ്പെട്ട മനുഷ്യരാശി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഭാവിയിലെ നിർമ്മാണ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ ആ കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പിന്നെ എന്താണ് ഗ്രീൻ ആർക്കിടെക്ചറിൻ്റെതായ രീതികൾ എല്ലാം അവലംബിക്കുന്നു. കൈവശമുള്ള ഒരു കോടാനുകോടികളുടെ പ്രോപ്പർട്ടി നാളെ അത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ആവിഷ്കരിച്ചതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വികസിപ്പിച്ചതായിരിക്കും. അത് നമ്മുടെ ഇപ്പം ഇൻഷുറൻസ് കമ്പനി സ്വകാര്യവൽക്കരിക്കുന്ന പോലെ, പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കുന്ന പോലെ നേരെ കോർപ്പറേറ്റുകൾക്ക് ലാഭം കൊയ്യാൻ കൊടുക്കുക എന്ന് പറയുന്ന അതിനോടാണ് നമുക്ക് യോജിപ്പില്ലാത്തത്. ആ നിലപാടിൽ മാറ്റമൊന്നുമില്ല. ജനപ്രതിനിധികൾക്ക് ശരിക്കും അവർക്ക് ആവശ്യം വേണ്ട ഒരു വിഷൻ എന്ന് പറയുന്നത് ആസൂത്രണത്തിനെ കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിപ്പം ഒരു MLA ആയാലും ഒരു സാധാരണ മുനിസിപ്പൽ കൗൺസിലർ ആയാലും ഒക്കെ തന്നെ അങ്ങനെ ഒരു സംഗതി വേണം. അപ്പോൾ ഈ പലപ്പോഴും നമുക്കത് ഉണ്ടാവുന്നില്ല. പക്ഷേ കേരളത്തിൽ ഇപ്പം ഒരു പുതിയൊരു പൊളിറ്റിക്സിനകത്ത് ഇത്തരത്തിലുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസ്ട്രക്ഷനെ കുറിച്ചും അല്ലെങ്കിൽ നഗരാസൂത്രണത്തിനെ കുറിച്ചും ഒക്കെ നല്ല ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പലപ്പോഴും അത് പൂർണ്ണമായിട്ടും അത് നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് വിമർശനാത്മകമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രദീപ് കുമാർ ഒരു MLA എന്നുള്ളതിൽ മാത്രമല്ല, പലതരത്തിലുള്ള അത്തരത്തിലുള്ള ഡിസൈനുകളെ കുറിച്ച് ആലോചിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർക്കിടെക്ചറിനെ കുറിച്ച് പരിചയമുള്ള ഒരു ഒരു പൊളിറ്റീഷ്യനാണ്. അല്ല, നമ്മളെല്ലാവരും ഈ പൊതുപ്രവർത്തകരായി വരുന്നതും ജനപ്രതിനിധികളായി വരുന്നതൊക്കെ ഒരുപാട് വർഷം ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ചതിന് ശേഷമാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ ഈ ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിൽ ഞാൻ അതിൻ്റെ ഒരു വളരെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു സവിശേഷ ശാഖയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ആസ്വാദകനായത് എന്താണെന്ന് അറിയാതെ. ഇപ്പോൾ നമ്മൾ യാത്രയിലൊക്കെ ചിലപ്പോൾ നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചറൽ സ്ട്രക്ചർ അല്ലെങ്കിൽ നിർമ്മിതികളൊക്കെ കണ്ടാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കുമായിരുന്നു. ഇപ്പോൾ ബസ്സിലിരുന്ന് കോളേജിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് 2 ഭാഗത്തുള്ള ഈ കെട്ടിടങ്ങളോ അതിൻ്റെ നിർമ്മിതികളോ അതിൻ്റെ ഡീറ്റെയിൽസോ അങ്ങനെ നോക്കുന്നൊരു രീതി, അത് എങ്ങനെ വന്നു എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ആ നിലയിൽ ഉള്ള അതിനേറെ കാഴ്ചയുടെ ഭംഗിക്കപ്പുറത്തേക്ക് ഇപ്പോൾ ചില സ്ഥലത്ത് ചെന്നാൽ ആ സ്പേസിൻ്റെ ഒരു ആകർഷണീയത, അത് അങ്ങനെയൊക്കെ നോക്കുന്നൊരു രീതി. പക്ഷെ അന്നേരം ഞാൻ തന്നെ അത് തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല, എന്താണ് അങ്ങനെ എന്നുള്ളതൊന്നും പ്രത്യേകമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് ആ നിലയിലൊരു ആസ്വാദകനെന്ന് എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നു. അതിനപ്പുറത്തൊന്നും ഉണ്ടായിട്ടില്ല. ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാഖയുണ്ട് എന്ന് തന്നെ നമ്മളിപ്പോൾ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ സജീവമായിട്ട് നടക്കുന്ന സമയത്ത് പോലും എനിക്കങ്ങനെ അറിഞ്ഞൊന്നും കൂടാ പ്രത്യേകമായിട്ടുണ്ടെന്നുള്ളത്. പിന്നീട് ജനപ്രതിനിധിയായിട്ട് ഇപ്പം MLA ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു ആവശ്യകത വരുന്നതും എല്ലാം തന്നെ. അതിൽ നമ്മളെല്ലാം ആലോചിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ പിന്നെ കാര്യങ്ങൾക്കും നമ്മളെന്ത് ഇപ്പം പിന്നെ ഏതൊരു പദ്ധതി കുറിച്ച് ആലോചിക്കുന്ന സമയത്തും പിന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലാണ്, ആരോഗ്യ രംഗത്താകാം, അവിടെ നമുക്ക് പിന്നെ വികസനം എന്ന് പറഞ്ഞാൽ കുറേയെല്ലാം നിർമ്മാണങ്ങളാണ്. ഇപ്പോൾ ആശുപത്രികൾ നിങ്ങൾ നിർമ്മിക്കുന്നു, സ്കൂളുകൾ നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ അംഗൻവാടി ഉണ്ടാക്കുന്നു, റോഡുകൾ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ നിർമ്മാണം നമ്മൾ നടത്തുന്ന സമയത്ത് ഈ പറഞ്ഞ ഓരോ സ്ഥാപനത്തിനും ഒരു സാമൂഹ്യമായിട്ടുള്ളൊരു ധർമ്മം നിർവഹിക്കാനുണ്ട്. അത് വെറുതെ എൻ്റെ കാലത്ത് ഞാൻ MLA ആകുമ്പോൾ അല്ലെ ഞാൻ മറ്റൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ ഇത്ര കോടിയുടെ വികസനം നടന്നു,
500 കോടിയുടെ അല്ല 1000 കോടിയുടെ നടത്തി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത് ഒരുപാട് കാലത്തേക്കും തലമുറകൾക്കും അത്തരമൊരു സ്ഥാപനം നിർവഹിക്കേണ്ട ധർമ്മം നിർവഹിക്കാൻ പ്രാപ്തമാകുന്ന ഒന്നായിരിക്കണം ആ ഡെവലപ്മെൻറ്റ്, ആ പ്രോജക്റ്റ് എന്തായാലും. അത് നമുക്ക് നമ്മുടെ പിന്നെ ഈ ഒരു എന്താ പറയുക പൊതുപ്രവർത്തനത്തിൽ നിന്ന് കിട്ടുന്നൊരു പൊതുവായ എല്ലാവർക്കും കിട്ടുന്നൊരു കാഴ്ചപ്പാടാണത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാൻ നമ്മുടെ നിലവിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ പര്യാപ്തമല്ല. ഇപ്പം ഗവൺമെൻറ്റിന് PWD ആണെങ്കിൽ അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എഞ്ചിനീയറിംഗ് ഡിവിഷൻ ആണെങ്കിൽ അവരൊക്കെ നല്ല ആളുകളാണ്, നല്ല എഞ്ചിനീയർമാരൊക്കെയാണ്, മിടുക്കന്മാരാണ്. പക്ഷേ അവർക്ക് ഈ പിന്നെ ഈ ഇത്തരം കാര്യങ്ങളെ അതിൻ്റെ ഒരു എന്താണ് ഓരോ സ്ഥാപനങ്ങൾ നിർമ്മിക്കുമ്പോഴും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അത് നിർവഹിക്കേണ്ട ധർമ്മത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് ആസൂത്രണം ചെയ്യാനൊക്കെയുള്ള സമയവും സാവകാശവും പലപ്പോഴും അതിൻ്റെ എക്സ്പെർട്ടൈസും ഇതൊന്നും ഇല്ല എന്നുള്ളതാണ്. ആ സമയത്താണ് അതിന് പിന്നെ നമ്മൾ ഈ പുറത്തുനിന്നുള്ള ആർക്കിടെക്ട്സിൻ്റെയൊക്കെ സേവനം അങ്ങനെ ഒരു ശാഖയുണ്ട്, അവരുടെ സേവനം വഴി. അപ്പം അത് ചിലതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മൾ പിന്നെ യാത്രകളിലെല്ലാം നമ്മൾ കാണുന്ന ഗംഭീരമായിട്ടുള്ള നിർമ്മിതികളും മറ്റൊക്കെ പ്രശസ്തരായിട്ടുള്ള ആർക്കിടെക്ട്സ് ചെയ്തതാണ്. അപ്പം അവരെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയും? അവരിവിടെ ഉണ്ട്, നമുക്കറിയാം. അപ്പം അങ്ങനെ ആണത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്കൂളുകൾ നമ്മൾ ചെയ്തതിൽ ഒരു പ്രധാന ഭാഗം വിദ്യാലയങ്ങളായിരുന്നു. നിങ്ങൾ സ്കൂളിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരിക്കലും ബിൽഡിങ്ങിന്റെ നവീകരണം മാത്രമല്ല, അല്ല കുട്ടികളുടെ അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിലും A+ കിട്ടുന്ന പരീക്ഷയിലെല്ലാം മികച്ച വിജയം കൈവരിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതല്ല. ഞങ്ങളൊക്കെ ഭാഗവാക്കായ വിദ്യാർത്ഥി പ്രസ്ഥാനം തന്നെ പറഞ്ഞത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികാസമാണ്. അവരുടെ എല്ലാ സർഗാത്മകമായ കഴിവുകളും വികസിപ്പിക്കേണ്ട ഒരിടമാണ് വിദ്യാലയം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു സ്കൂളിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കെട്ടിട നിർമ്മാണം എന്നതിനപ്പുറത്തേക്ക് അതൊരു അന്തരീക്ഷ സൃഷ്ടിയാണ്. കുട്ടികൾക്ക് പഠിക്കാനും പരീക്ഷണം നടത്താനൊക്കെ ഉള്ള പ്രചോദനം ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ അവരെ എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഒരു മടുപ്പുളവാകാത്ത സ്കൂളിൽ തന്നെ തുടരാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവണം. ടീച്ചേഴ്സിനും അതെ, അത് ഭാഗമാണ്. അതോടൊപ്പം കുട്ടികൾക്ക് ഞാൻ പറയുമല്ലോ, മഴയും വെയിലും കൊള്ളാതെ അവർക്ക് പഠിക്കാനുള്ള ക്ലാസ് മുറികളും ചിലപ്പോൾ ലൈബ്രറിയും ലബോറട്ടറിയൊക്കെ ഉള്ളതോടൊപ്പം തന്നെ അവർക്കിങ്ങനെ ഓടിക്കളിക്കാൻ അല്ലെങ്കിൽ ഒളിച്ചിരിക്കാൻ, കുട്ടികളിങ്ങനെ നടക്കുന്നതാണ്, ഇങ്ങനെ ഇങ്ങനെ ഒഴുകി നടക്കാനുള്ള സ്പേസ്, ഇടങ്ങൾ, ആ സ്പേസിൻ്റെ ക്രിയേഷനാണ് യഥാർത്ഥത്തിൽ വേണ്ടത്, സ്കൂളിൽ നിന്ന് വരക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ചില കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ചില കെട്ടിടങ്ങൾ പൊളിക്കുകയാണ് വേണ്ടിയില്ല. അപ്പോൾ കേവലം ഒരു കെട്ടിട നിർമ്മാണം എന്നതിനപ്പുറത്തേക്ക് ഉള്ള ഒരു അന്തരീക്ഷ സൃഷ്ടി, അവരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന, അല്ല അവരെ ഒരു ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന അന്തരീക്ഷ സൃഷ്ടിയാണ് ഒരു വിദ്യാലയത്തിൻ്റെ വികസനം. അപ്പോൾ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യമുണ്ട്. അന്തരീക്ഷ സൃഷ്ടി എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് മാത്രമല്ല, അവിടുത്തെ സമീപനങ്ങൾ, അവിടുത്തെ സമ്പ്രദായങ്ങൾ, അധ്യാപകരുടെ അപ്രോച്ച് എല്ലാം അതിൽ ഘടകമാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടോടെ അത് ആസൂത്രണം ചെയ്യാൻ നമ്മളെ നിലവിലുള്ള സിസ്റ്റത്തിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ്റിന് വേണ്ടി നിർമ്മിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊന്നും സാധ്യമല്ല. അതിന് മികച്ച വാസ്തുശില്പികളുടെ സേവനം വേണം. അത് ലഭ്യമാണ് ഇവിടെ സമൂഹത്തിൽ. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ അത്തരം വാസ്തുശില്പികളുടെ സേവനം ഗവൺമെൻറ് സിസ്റ്റത്തിൽ പിന്നെ ഉൾച്ചേർക്കാൻ പല പ്രതിബന്ധങ്ങൾ ഇന്നുണ്ട്. അതാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. പക്ഷേ ഇവരുടെ ഈ സേവനം ലഭ്യമായി കഴിഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഓരോ നിർമ്മാണത്തിനും ഭയങ്കര ക്വാളിറ്റേറ്റീവായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്വാളിറ്റേറ്റീവായ ഇൻവോൾവ്മെന്റ് ഇവരുടെ, അതായത് ഒരു ആംബിയൻസ് ക്രമീകരിക്കുന്നതിൽ, അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൽ ഒക്കെയുള്ള പുറത്തുള്ള വളരെ ഭാവനാസമ്പന്നരായ ശില്പികൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും നമ്മളിപ്പം നേരത്തെ ഗവൺമെന്റ് സെക്ടറിലുള്ള ഇത്തരം സ്ഥാപനങ്ങൾ, അതായത് നിർമ്മിതി കേന്ദ്രങ്ങളുണ്ടല്ലോ പലതരത്തിലുള്ള, ഇപ്പം PWD ഉൾപ്പെടെയുള്ള, അപ്പോൾ അത്തരം സംഭവങ്ങളിലേക്ക് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ നല്ല ആശയം, ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക പുതിയ ആശയം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതായത് പ്രതിഭയോടൊപ്പം തന്നെ ഈ പ്രതിഭകൾക്കൊക്കെ നല്ല കാശ് കൊടുത്താൽ മാത്രമേ അവരെ ഇൻവോൾവ്മെന്റ് കൊണ്ടുവരാൻ പറ്റൂ. പലപ്പോഴും ഒരു ഏതെങ്കിലും ഒരു സ്കൂളിൽ മാത്രമല്ല, ഒന്നിച്ചൊരു സമ്പ്രദായമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഒരു സോഷ്യലിസ്റ്റ് മാർക്സിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ചിരിക്കാനിടയുള്ള ഒരു സംഗതി, അതായത് കോർപ്പറേറ്റ് മൂലധനം ഇതിനകത്തേക്ക് കൊണ്ടുവരാണ്.
അത് സർക്കാരിൻ്റെ ക്യാപിറ്റലല്ല പലപ്പോഴും. അത് നമ്മൾക്ക് CSR ഫണ്ടായിട്ടോ അല്ലെങ്കിൽ എന്തായാലും ഒരു കോർപ്പറേറ്റ് ഫണ്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൽ ഒരു ക്രൈസിസ് അനുഭവിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്കൂളിൻ്റെ കാര്യത്തിലാണ് അങ്ങനെ ഉണ്ടായത്. ഇപ്പോൾ നടക്കാവ് സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റിൽ വലിയ നിലയിലുള്ള ഒരു പിന്തുണ ഈ ഒരു ഫൗണ്ടേഷൻ, ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ, കോഴിക്കോട്ടുകാരെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള അദ്ദേഹം വലിയൊരു സംരംഭകനാണ്, അവരുടെ വലിയ പിന്തുണ ലഭിച്ചു. അപ്പം ആ പിന്തുണ ലഭിക്കുന്ന സമയത്ത് അത് നമ്മുടെ ഈ ഗവൺമെൻറ് സിസ്റ്റത്തിനകത്ത് ഉൾച്ചേർക്കുന്നതിന് പിന്നെ അതിന് ചില നടപടികളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിന് മുമ്പ് തന്നെ ആവിഷ്കരിച്ച, അതായത് എൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനാനുഭവത്തിൽ നിന്നാണ് ഞാനൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ പ്രസം എന്ന പേരിൽ വിദ്യാലയ വികസന പദ്ധതി. ആ പദ്ധതിയുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു വിദ്യാലയത്തിൻ്റെ വികസനം ബഹുമുഖമായ ഇടപെടലിലൂടെ സാധ്യമാക്കുക വെച്ചാൽ, പ്രസം എന്ന് പറയുന്ന പദ്ധതി തന്നെ പ്രൊമോട്ടിംഗ് റീജിയണൽ സ്കൂൾസ് ടു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ത്രൂ മൾട്ടിപ്പിൾ ഇൻ്റർവെൻഷൻ എന്നുള്ളതായിരുന്നു. ആ മൾട്ടിപ്പിൾ ഇൻ്റർവെൻഷനാണ്, അല്ലെങ്കിൽ ആ ബഹുമുഖ ഇടപെടലാണ് ആ പദ്ധതിയുടെ ശക്തിയും സൗന്ദര്യവും. അതിൽ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഇൻ്റലക്ച്വൽ റിസോഴ്സ്, ടെക്നിക്കൽ റിസോഴ്സ് ആൻഡ് ഫൈനാൻഷ്യൽ റിസോഴ്സ്, ഇത് മുഴുവൻ നമുക്ക് സമാഹരിക്കാൻ കഴിയാവുന്ന വിധത്തിലാണ് പദ്ധതി രൂപീകരിച്ചത്. ഇപ്പോൾ സ്കൂളിൽ MLA ഫണ്ട് ഉപയോഗിച്ചൊരു കെട്ടിടം ഉണ്ടാക്കാനാണെങ്കിൽ പ്രത്യേക അനുമതിയൊന്നും ആവശ്യമില്ല. സ്കൂളുകാർ ആവശ്യപ്പെട്ടാൽ നമുക്കൊരു ഫണ്ടുണ്ടെങ്കിൽ കൊടുക്കാം, ചെയ്യാം. പക്ഷേ ഈ പദ്ധതി ഞാൻ അന്ന് ഗവൺമെൻറ്റിന് സമർപ്പിച്ചു. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി ആയിരുന്നു. അദ്ദേഹം ഇതിനെ സമർപ്പിച്ച് സർക്കാരിൻ്റെ അംഗീകാരം വാങ്ങിച്ചു. അതുപോലെ അതിന് ഗവൺമെൻറ്റിൽ നിന്ന് വലിയ നിലയിൽ ഫണ്ട് ലഭ്യമാക്കാൻ, അന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ഏറ്റൊന്നുമില്ല, അങ്ങനെ വലിയ പണം കൊടുക്കുന്ന രീതിയില്ല. അതിനുവേണ്ടി അന്നത്തെ ധനമന്ത്രിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരാൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഫണ്ട് തരാൻ കഴിയില്ല. അപ്പോൾ അതിനൊരു മാർഗം പറഞ്ഞു, പ്ലാനിംഗ് ബോർഡ് പ്ലാനിൽ പെടുത്തിയാൽ ഞാൻ തരാം, ഫണ്ട് തരാം. അപ്പം അന്ന് പ്രഭാത് പട്നായിക്കായിരുന്നു അന്ന് പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ. അദ്ദേഹത്തെ കണ്ട് നമ്മുടെ ഈ പ്രോജക്റ്റ് പ്ലാനിൽ, ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് എന്ന നിലയിൽ സ്റ്റേറ്റിൻ്റെ പ്ലാനിൽ ഉൾപ്പെടുത്തി 2 വരി പറഞ്ഞു. അതോടുകൂടി നമുക്ക് കോടികൾ അവിടെ നിന്ന് പമ്പ് ചെയ്ത് കയറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം നമ്മൾ ഈ സമർപ്പിച്ച് സർക്കാരും പ്ലാനിംഗ് ബോർഡും അംഗീകരിച്ച ഈ പ്രോജക്റ്റിനകത്ത് തന്നെ ഈ പറഞ്ഞ പോലെയുള്ള പിന്നെ സ്വകാര്യ പാർട്ടിസിപ്പേഷൻ, അതായത് അവരുടെ പിന്തുണ, സാമ്പത്തിക പിന്തുണയോ ഇൻ്റലക്ച്വലായ പിന്തുണയോ സാങ്കേതിക പിന്തുണയോ ഒക്കെ നേടാവുന്ന നിലയിലാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാക്കിയത്. ആ പ്രോജക്റ്റ് അതിലാണ് ഉണ്ടാക്കിയത്. അപ്പം അതിൽ നമുക്ക് പിന്നെ ഇവിടെ എൻ്റെ സ്കൂളുകളെല്ലാം രൂപകൽപ്പന ചെയ്തു തന്നത് ഇവിടുത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സിൻ്റെ കോഴിക്കോട് യൂണിറ്റാണ്, കേരള ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ടുള്ള കോഴിക്കോട് സെൻറ്ററാണ്. അപ്പോൾ കോഴിക്കോട് സെൻറ്ററിലെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ആർക്കിടെക്ട്സ് ഉള്ള ഒരു ഇടം കോഴിക്കോടാണ്. അപ്പോൾ അവരുടെ ഓരോരുത്തർ ഓരോ പ്രോജക്റ്റ് പിന്നെ ഫ്രീ ആയിട്ട് പൈസ വാങ്ങിക്കാതെ ചെയ്തു തന്നു. അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ പ്രോജക്റ്റിൽ ഒന്നിന് നാഷണൽ അവാർഡ് കിട്ടി. അതായത് കാരപ്പറമ്പ് സ്കൂളിന് ആർക്കിടെക്ചറിൻ്റെ നാഷണൽ അവാർഡ് കിട്ടി. യഥാർത്ഥത്തിൽ സർക്കാർ നിശ്ചയിച്ചൊരു ഫീസ് ഉണ്ടല്ലോ ഈ പ്രൈവറ്റ് ആർക്കിടെക്ട്സിന്, അത് വളരെ തുച്ഛമായ പൈസയാണ്. ആ തുച്ഛമായ പൈസ അനുസരിച്ച് തന്നെ ഒരു 10-80 ലക്ഷം രൂപ ഫീസ് കൊടുക്കുന്നത്. അതാണ് സൗജന്യമായിട്ട് അവർ ചെയ്തു തരുന്നത്. IIA നേതൃത്വത്തിൽ ബ്രിജേഷ് ഷൈജൽ എന്ന് പറഞ്ഞ നിമിഷ ഹക്കീം, അവരാണ് ഇത് ചെയ്തു തന്നത്. ഇങ്ങനെ ഓരോരുത്തരും ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ, പിന്നെ സ്കൂളുകൾ മാത്രമല്ല, ഇപ്പം നമ്മുടെ ഫ്രീഡം സ്ക്വയറിന് നാഷണൽ അവാർഡ് കിട്ടി കോഴിക്കോട്ടെ. അതും അവർ സൗജന്യമായിട്ടാണ്, അതിന് ഫീസ് വാങ്ങിയിട്ടില്ല. പക്ഷെ അവർ പറയുന്നത് നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്, നല്ലതാണ്. അപ്പം ഈ ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രാധാന്യവും മഹത്വവും സമൂഹത്തെ കൂടെ ബോധ്യപ്പെടുത്താൻ, പഠിപ്പിക്കാൻ നമുക്ക് ഇതുവഴി കഴിയുന്നുണ്ട്. അത് ഞാൻ എൻ്റെ കൂടെ അഭിപ്രായമായിരുന്നു അതിനകത്ത്. അപ്പോൾ അവരതിനകത്ത് ഇൻവോൾവ് ചെയ്യണം. അങ്ങനെയാണ് പിന്നെ അത് വന്നത്. അപ്പോൾ CSR ഫണ്ടിൻ്റെ ഒക്കെ ഇഷ്യൂ വരുന്നത് ആ സ്കൂളിൻ്റെ കാര്യത്തിനകത്ത് വലിയ നില വന്നു. പക്ഷേ ഇവർ സൗജന്യമായി നമുക്ക് ഇത് ചെയ്തു തരാൻ, അവരുടെ ഒരു പിന്നെ എന്താണ് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് തന്നെയാണല്ലോ അവരും ചെയ്യുന്നത് IIA. പക്ഷെ ആ മാതൃക കാണിച്ചത് ആദ്യമായിട്ട്, ഇന്ത്യയിൽ തന്നെ ആദ്യമായി കാണിച്ചത് കോഴിക്കോട്ടെ ഈ പറഞ്ഞ നടക്കാവ്, കാരപ്പറമ്പ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ്, അതുപോലെ മലാപ്പറമ്പ് LP സ്കൂൾ, ചെലവൂർ, പിന്നെ നമ്മുടെ വരദൂർ ULP, പുതിയങ്ങാട് LP, പുതിയങ്ങാടി മാപ്പിള UP, ഇതെല്ലാം ഇന്ന് മറ്റൊരു സ്കൂളുകളിലും ഇല്ലാത്ത നിലയിൽ അതിന് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു മാസ്റ്റർ പ്ലാനിങ്, ആർക്കിടെക്ചർ ഡിസൈൻ, അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണം എന്നതിനപ്പുറത്തേക്ക് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേഷൻ, ഒരു അന്തരീക്ഷ സൃഷ്ടി എന്ന കാഴ്ചപ്പാടിൽ ഇതെല്ലാം ഈ പറഞ്ഞ സ്കൂളുകളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരാത്ത 2 എണ്ണം NGO ക്വാർട്ടേഴ്സ് ആൻഡ് ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. കുറേയധികം കാര്യങ്ങൾ ചെയ്തു, ഇപ്പോഴും അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പൂർണ്ണത 10 സ്കൂളുകളാണ്, 5 ഹയർ സെക്കൻഡറി സ്കൂളുകൾ, 5 പ്രൈമറി സ്കൂളുകൾ. ഇതിനു പുറമെ കുറേയധികം പദ്ധതികൾ ഇപ്പം നമ്മുടെ ഈ ആർക്കിടെക്ട്സിൻ്റെ കോഴിക്കോട് IIA പിന്തുണ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ പറഞ്ഞ ഫ്രീഡം സ്ക്വയർ. നാഷണൽ അവാർഡ് കിട്ടി, ഇന്റർനാഷണൽ ആർക്കിടെക്ചർ മാഗസിനുകളൊക്കെ ധാരാളമായിട്ട് വന്നതാണ്.
അത് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉം. മെമ്മോറിയലായിട്ട് ചെയ്തതാണ്. ഉം, ഉം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ കോഴിക്കോടിൻ്റെ ചരിത്രമൊക്കെ വിശദീകരിക്കുന്ന ഒരു ചരിത്രവീതി, ഹിസ്റ്ററി വാക്ക് നമ്മൾ പറയും. അതിൻ്റെ സെൻട്രൽ ഭാഗം 2 ഭാഗത്തായിട്ട് ഉം, ഉം. പെർഫോമൻസ് സ്പേസുകളുണ്ട്. നമുക്കുള്ള സ്വതന്ത്രമായിട്ടുള്ള ആലോചനകൾക്കോ ആവിഷ്കാരങ്ങൾക്കോ അവതരണങ്ങൾക്കൊക്കെ ഉള്ള വേദികൾ എന്ന നിലയിൽ നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെയും മറ്റും വലിയ സമ്മേളനങ്ങൾ, അതുപോലെ റിലീജിയസ് അങ്ങനെയുള്ള മഹോത്സവങ്ങളെല്ലാം നടക്കുന്ന സ്ഥലമാണ്. ഇപ്പം പ്രധാന വേദിയാണ് കോഴിക്കോടിൻ്റെ. അതെങ്ങനെയെങ്കിലും ഒരു മെമ്മോറിയൽ, ഒരു സ്തൂപം കെട്ടി ഉണ്ടാക്കുകയല്ല ചെയ്തത്. അങ്ങനെ ചെയ്യുന്നതിന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഭയങ്കര ത്രസിപ്പിക്കുന്ന പ്രസംഗങ്ങളൊക്കെ അവിടെ നടക്കാറുണ്ട്. പക്ഷെ ഒരു കല്ല് പോലും അതുവരെ വെച്ചിരുന്നില്ല. അത് ഒരു CPIM-ൻ്റെ ഒരു MLA എന്ന നിലയിൽ എൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മളൊരു ടേമിൽ കോഴിക്കോട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു സ്മാരകം, സമുചിത സ്മാരകം അതുണ്ടാവുക എന്നുള്ളത്. അപ്പം ആ നിലയിൽ ആണ് അത് രൂപപ്പെടുത്തിയത്. ഇപ്പോൾ DEarth എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്ചർ ഫേമാണ് അത് ചെയ്തത്. ആർക്കിടെക്ട് വിവേകും നിഷാനും ഒക്കെ ചേരുന്ന ടീം. അവർക്കാണ് നാഷണൽ അവാർഡ് അതിന് കിട്ടിയത്. പിന്നെ നമ്മുടെ ഈ തീരപ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ആളുകൾ, BPL കുടുംബങ്ങൾ, അവരുടെ കുട്ടികളുടെ വിവാഹമൊക്കെ നടത്തുന്നതിനുള്ള സമുദ്ര ഉണ്ടാക്കിയത്. പിന്നെ അത് രൂപകൽപ്പന ചെയ്തത് ആർക്കിടെക്ട് നൗഫലാണ്, 2i ആർക്കിടെക്ട്സ്. അപ്പോൾ അതിൽ നമ്മുടെ കാഴ്ചപ്പാട് ഇതാണ്. ഇപ്പം അവരുടെയൊക്കെ വീടുകളിലൊക്കെ നമ്മൾ കല്യാണമൊക്കെ ക്ഷണിച്ചാൽ പോകുമായിരുന്നു. പക്ഷെ ഒരുപാട് സ്ഥലമില്ല, വളരെ പരിമിതിയിലും ദുരിതത്തിലാണ് അവർ കല്യാണം നടത്തിയിട്ട്. ഇവർ വലിയ ഹാളുകൾക്ക് അവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയല്ല. ഇവിടുത്തെ വളരെ പ്രധാനികളും സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കുട്ടികളെ കല്യാണമൊക്കെ നടത്തുന്നത് പോലെ തന്നെ നല്ല അന്തസ്സായിട്ടുള്ള നല്ല സൗകര്യത്തിൽ നടത്തുന്നതിനുള്ള ഫെസിലിറ്റിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സൗകര്യത്തോടൊപ്പം അതിൻ്റെ സൗന്ദര്യത്തിനും എല്ലാം പ്രാധാന്യം നൽകിയാണ് അതിൻ്റെ രൂപകൽപ്പന. അത് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നിങ്ങൾക്ക് കോയ റോഡ് ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ വിശ്രമിക്കുന്ന ഒരു സ്പേസ് കോലായി എന്ന് പറയുന്നത്. അത് അവരിങ്ങോട്ട് പറഞ്ഞ മോനെ, എൻ്റെ അടുത്ത് കണ്ടപ്പോൾ മോനെ കുറച്ച് ഞാൻ ഇരിക്കാൻ ഇച്ചിരി 2 സീറ്റ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അത് കുറച്ച് ഭംഗിയായിട്ട് ഒരു ആർക്കിടെക്റ്റിന്റെ സഹായം വന്നപ്പോൾ അത് മനോഹരമായിട്ടുള്ള സ്പേസ് ആയിട്ട് മാറി എന്നതാണ്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, അതിന് പ്രതിപക്ഷം ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പറയണം. കാരണം ചില ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളിപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇതിലൊക്കെ വന്നിരിക്കുന്ന ഇൻവോൾവ്മെന്റ് പലതും ചാരിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ചില ആർക്കിടെക്ട്സ് കാണിച്ച ഒരു അത്തരത്തിലുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ട് ഒക്കെയാണ്. പക്ഷെ നമുക്കൊരു കേരളത്തിനെ ആകെ എടുക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യമായിട്ട് വേണ്ടൊരു സംഗതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഈ പ്രൈവറ്റ് ക്യാപിറ്റലിനെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ക്യാപിറ്റലിനെ ഒരു വില്ലനായിട്ട് കാണുന്ന ഒരു സമീപനം ഒരു ഇടതുപക്ഷ മനസ്സ് രൂപീകരിച്ചിട്ടുണ്ട് ഇവിടെ. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് പ്രതിപക്ഷന്റെ പാർട്ടിയാണ്. കാരണം വെച്ചാൽ അതൊരു കുറ്റകരമായ ഒരു സംഗതിയാണ് എന്നുള്ള സംഗതി. പക്ഷെ ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ്, ഇപ്പം സ്കൂളായാലും ശരി അല്ലെങ്കിൽ ഇത്തരമുള്ള പബ്ലിക് സ്പേസസിന്റെ ഡെവലപ്മെന്റ് ആയാലും ശരി, അവിടെയൊക്കെ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിൽ എന്താ തെറ്റ്? അല്ല, അതിനകത്ത് തെറ്റൊന്നുമില്ല. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് തത്വത്തിൽ എല്ലാവരും ഇപ്പം അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ വില്ലനായിട്ടൊന്നും ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ EMS ഗവൺമെന്റ് ആണ് ഇവിടെ നമ്മുടെ മാവൂരിൽ ബിർളയെ കൊണ്ടുവന്നല്ലേ. തുച്ഛമായ പൈസക്ക് സ്ഥലം കൊടുത്തിട്ടാണ് അവർ വലിയ വ്യവസായം വരുന്നതിന് വേണ്ടി. അങ്ങനെയുള്ള ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ ഇപ്പോഴും കാണാം. ഇന്നത്തെ ഗവൺമെന്റിന്റെ കാലത്തും അതിന് മുമ്പുള്ള ഗവൺമെന്റുകളുടെ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മളാകെ സർക്കാരിന്റെ കയ്യിലുള്ള ഒരു കോടി വിലമതിക്കുന്ന പ്രോപ്പർട്ടി സ്വകാര്യ വ്യക്തികൾക്ക്, മുതലാളി അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് അവർക്ക് ലാഭം കൊയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന രീതിയോടാണ് നമ്മൾ എതിർത്തിരുന്നത്. അപ്പം അതിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണ്ടതാണ്. വർഷങ്ങൾ കൊണ്ട് നമ്മൾ ആവിഷ്കരിച്ചപ്പോൾ നമ്മളിപ്പം താജ്മഹൽ ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിന്റെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അത് വൃത്തിയായി കൊണ്ടു കിടക്കുന്നതിലൊക്കെ ഒരാൾ അവരുടെ CSR ഉപയോഗിച്ച് സഹായിക്കുമെങ്കിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാം, അതിന് തെറ്റില്ല. ഇപ്പൊ നേരത്തെ നമ്മളെ നടക്കാവ് സ്കൂളിന്റെ ഡെവലപ്മെന്റിൽ വലിയ നിലയിൽ ഈ ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷന്റെ പിന്തുണ വന്നപ്പോൾ ചിലരെങ്കിലും അതിനെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പായിട്ട് അവതരിപ്പിച്ചു. പാർട്ട്ണർഷിപ്പ്. അപ്പം ഷോപ്പിംഗ് കോംപ്ലക്സ് എവിടെയാണ് വരാൻ പോകുന്നതെന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കാനുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമായിരുന്നുള്ള അവർ. അപ്പം അങ്ങനെയല്ല, അത് ഞാനപ്പം തന്നെ പറഞ്ഞു, അത് പബ്ലിക് പാർട്ട്ണർഷിപ്പ് അല്ല, അത് പാർട്ടിസിപ്പേഷനാണ്. പാർട്ടിസിപ്പേഷൻ അവരുടെ സന്മനസ്സുകൊണ്ട്, നല്ല മനസ്സുകൊണ്ട് അവര് സമൂഹത്തിലെ സാധാരണക്കാരന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പിന്തുണക്കുകയാണ്. അപ്പോൾ അതിൽ അവർക്ക് വേറെ ഓണർഷിപ്പോ അവർ വേറെ ലാഭം കൊണ്ടുപോകുന്ന ഒന്നുമില്ല. അവരുടെ ഒരു സന്മനസ്സാണ് അവിടെ. അത് നമുക്ക് എവിടെയും ചെയ്യാവുന്നതാണ്.
ഏത് പബ്ലിക് സ്പേസുകളുടെ ആകെ ചെയ്തുകൂടി അത് എവിടെയും ഒരു വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഗതികളും ഇപ്പൊ ആരോഗ്യ രംഗത്തും അങ്ങനെയുള്ള സ്ഥലത്തും ഒക്കെ അത് ഡെവലപ്പ് ചെയ്യുന്നത് എത്രമാത്രം അത് പ്രായോഗികമാണ് കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥയിലും. അല്ലെങ്കിൽ നമ്മളുടെ എനിക്ക് തോന്നുന്നത് സർക്കാരിന്റെ ഫണ്ട് ഇപ്പം റോഡിന്റെ ഒക്കെ കാര്യത്തിൽ കാണിക്കുന്ന ഒരു എത്ര അനിയന്ത്രിതമായ വികസനത്തിന്റെ ഒക്കെ പ്രശ്നങ്ങളും വിമർശനങ്ങളും അവിടെ ഉണ്ടെങ്കിലും പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നന്നായിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ എങ്ങനെയാണ് ഈ ഇത്തരം കാര്യങ്ങള് കേരളത്തിന്റെ ഒരു പോളിസി ആയിട്ട് വികസിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്, പ്രത്യേകിച്ചും CPIM? കേരളത്തിന് അങ്ങനെ ഒരു പോളിസി ഉണ്ടല്ലോ. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഏത് ഡെവലപ്മെന്റിലും ഇപ്പോൾ സ്കൂളുകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ ഈ ഒരു മോഡൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 140 മണ്ഡലങ്ങളിലും ഓരോ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രമാക്കുക ഈ നടക്കാവ് ചെയ്ത മോഡൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പക്ഷേ പല സ്ഥലത്തും ഗവൺമെന്റ് അതിനുവേണ്ടി കൊടുത്ത 5 കോടി രൂപ അത് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടങ്ങൾ ഒക്കെ ചെയ്തു എന്നതിനപ്പുറത്ത് മറ്റു പല സ്രോതസ്സുകളിൽ നിന്ന് ഫണ്ട് കൊണ്ടുവരാം. ഗവൺമെന്റിന്റെ തന്നെ പല സ്രോതസ്സുകളിൽ നിന്ന് ഫണ്ട് കൊണ്ടുവരാം പല വിഭാഗത്തുനിന്ന്. പിന്നെ അലുമിനിയുടെ കൊണ്ടുവരാം, സ്കൂളിൻ്റെ, പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള സന്മനസ്സുള്ള സംരംഭകരുടെ എല്ലാം പിന്തുണ കൊണ്ടുവരാം. അതിന് കുറച്ച് നമ്മൾ മനസ്സ് കൊടുത്ത് അതിൻ്റെ പിന്നാലെ നടന്ന് അത് ചെയ്യണം. അതെല്ലാ സ്ഥലത്തും ഒരുപോലെ ഉണ്ടായില്ല, ചില സ്ഥലങ്ങളിൽ ഉണ്ടായി. അതാണ്. അപ്പം അതിന് പിന്നെ എന്താണ്, നമ്മൾ നയപരമായിട്ടോ തത്വമായിട്ടോ അതിന് അത്തരം പാർട്ടിസിപ്പേഷനെതിരല്ല, നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ സർക്കാരിൻ്റെ കൈവശമുള്ള ഒരു കോടാനുകോടികളുടെ പ്രോപ്പർട്ടി നാളെ അത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ആവിഷ്കരിച്ചതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വികസിപ്പിച്ചതായിരിക്കും. അത് നമ്മുടെ ഇപ്പം ഇൻഷുറൻസ് കമ്പനി സ്വകാര്യവൽക്കരിക്കുന്ന പോലെ, പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കുന്ന പോലെ നേരെ കോർപ്പറേറ്റുകൾക്ക് ലാഭം കൊയ്യാൻ കൊടുക്കുക എന്ന് പറയുന്ന അതിനോടാണ് നമുക്ക് യോജിപ്പില്ലാത്തത്. ആ നിലപാടിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ അതേസമയം നമ്മളൊരു പൊതു ഇടം വികസിപ്പിക്കുന്നതിലൊരു സ്വകാര്യ പാർട്ടിസിപ്പേഷൻ വരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവരവിടെ നാളെ ഒരു ഷോപ്പ് ഉണ്ടാക്കിയിട്ട് ലാഭം ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. അവരല്ലാതെ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കുന്ന ലാഭമുണ്ട്. CSR എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇപ്പം ഉണ്ടല്ലോ. ആ CSR ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു ഇവിടെ ഒരു പബ്ലിക് സ്പേസ്, ഒരു പാർക്ക് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചില അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ അവർ പങ്കുവഹിക്കുന്നു. അതിന് ആരും എതിരല്ല. അതിന് സഹായകരമായ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. ഇപ്പം ചില ഇവിടുന്ന് എനിക്ക് തോന്നുന്നു എറണാകുളത്തൊക്കെ ഇതില്ലേ നമ്മുടെ ഡയാലിസിസ് സെന്റേഴ്സൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. രാജീവ് പിന്നെ MP ആയിരുന്ന അദ്ദേഹം MP ആയിരുന്ന സമയത്ത് MPയുടെ ഫണ്ടും ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്ത ഒരു വാർത്ത വന്ന എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. എൻ്റെ പോയിന്റ് അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇന്നത്തെ ഗവൺമെൻറ് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇത്രയും പണം ചെലവഴിച്ച ഒരു സർക്കാരിൻ്റെ കാലയളവിൽ വേറെ ഒരു ഗവൺമെൻറ്റും ഇല്ല. ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് 80,000 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഈ 9 വർഷത്തിനിടയിൽ അവർ ഗവൺമെൻറ് ചെയ്യുകയാണ്. അപ്പം അതെല്ലാം വലിയ നിലയിൽ നമ്മുടെ സമൂഹത്തെ, സാമൂഹ്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ അനുബന്ധ വികസനം വരും, അതിലൊന്നും ഒരു സംശയം. പക്ഷെ അവിടെ നമുക്ക് ഓരോന്നിനകത്തും പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല ഈ നിർമ്മാണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. റോഡുകളുടെ നിർമ്മാണം വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നടക്കുന്നത്. അതിന് ഇന്ത്യൻ നാഷണൽ റോഡ് കോൺഗ്രസ് ഉണ്ട്. അവരുടെ നോംസൊക്കെ അനുസരിച്ച് അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ തയ്യാറാക്കി ഗംഭീരമായി ചെയ്യുന്നു. പല സ്ഥാപനങ്ങളും ആ നിലയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില സ്ഥാപനങ്ങൾ സാധാരണ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ പരിമിതിയിലാണ് ചെയ്യുന്നത്. അവർ തന്നെയാണ് അതിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണമൊക്കെ. നിർമ്മാണത്തിൻ്റെ ക്വാളിറ്റിയിലൊന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ രൂപകൽപ്പന അവിഷൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ സർക്കാരിൻ്റെ തന്നെ ചില സംവിധാനമുണ്ട്, കിറ്റ്കോ പോലുള്ള ചില ഏജൻസികൾ, അതൊന്നും അത്ര ഗുണമേന്മയുള്ളതല്ല. അപ്പോൾ അവർ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുമ്പോൾ ചില കുറവുകളുണ്ട്. അപ്പം അത് പരിഹരിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് എല്ലാത്തിനും ഏറ്റവും മികച്ച വാസ്തുശില്പികളുടെ സേവനം നമ്മൾ അത് ക്ഷണിക്കണം. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൈവറ്റ് കൺസൾട്ടൻസിയെ വിളിക്കുമ്പോഴൊക്കെ പണ്ട് കാലത്ത് ചില വിവാദങ്ങൾ വന്നു. അത് ശരിയല്ല. ലോകത്തിലെ ഏറ്റവും മികച്ച വൈദഗ്ധ്യത്തെ അത് ആസൂത്രണത്തിനും അതിൻ്റെ നിർവഹണത്തിനും നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. എങ്കിലേ നമ്മൾ വേൾഡ് ക്ലാസ് ആവുള്ളൂ. അപ്പം അതിൽ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോകുക തന്നെ വേണമെന്നുള്ള ഒരു അനുഭവത്തിൻ്റെ അഭിപ്രായം എനിക്കുണ്ട്. കാരണം പിന്നെ ഞാനത് അനുഭവിച്ച ആളാണ്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ പിന്നെ ചെയ്യുന്ന നിർമ്മാണങ്ങൾ, കൺസ്ട്രക്ഷൻ, ഗവൺമെൻറ് ഈ പറഞ്ഞ പോലെ അംഗൻവാടി മുതൽ വലിയ ആശുപത്രികൾ വരെ എല്ലാം ചെയ്യുന്നതിൽ സാധാരണ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എഞ്ചിനീയറിംഗ് സെക്ഷൻ ചെയ്യുമ്പോഴും മികച്ച വാസ്തുശില്പികളുടെ സേവനം ഉപയോഗിച്ച് ചെയ്യുമ്പോഴും വലിയ നിലയുള്ള വ്യത്യാസമാണ് ക്വാളിറ്റിയിൽ, ഗുണമേന്മയിലുള്ളത്. പിന്നെ പണത്തിൽ ലാഭമുണ്ട് ഗവൺമെൻറ്. എല്ലാവരുടെയും ധാരണ എന്താ വെച്ചാൽ ഈ ആർക്കിടെക്ട്സിനെ
എൻഗേജ് ചെയ്യുമ്പോൾ അവർക്ക് വലിയ ഫീസ് കൊടുക്കണം. അത് നമ്മളെപ്പോലുള്ള ആളുകൾക്കൊന്നും പറ്റില്ല. അത് സർക്കാരിന് അത്രയൊന്നും പൈസ കൊടുക്കാനില്ല. അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ MLA-മാർക്ക് ഫണ്ടുണ്ട് കൊടുക്കാൻ, ഫീസ് കൊടുക്കാൻ, പക്ഷെ അനുമതിയില്ല കൊടുക്കാൻ. അതിന് അനുമതി വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. MLA ഫണ്ട് നിങ്ങളൊരു 6 കോടി വെച്ച് ഓരോ വർഷവും MLA-യുടെ ഇഷ്ടത്തിനനുസരിച്ച് മണ്ഡലത്തിലെ പ്രോജക്റ്റുകൾ ചെയ്യാൻ പൈസ കൊടുക്കുന്നു. പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് സാധാരണ പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അവരെ തിരക്കിനിടയിൽ അവരെ വലിയ ഭാരിച്ച ഉത്തരവാദിത്തത്തിനിടയിൽ ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പൊ സ്കൂൾ ചെയ്യുകയാണെങ്കിൽ അവിടെ വരച്ചു വെച്ചൊരു അതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ എല്ലാവരും പ്രതിഭടന പോലെ ആയിക്കൊള്ളുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു ഓഡിറ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൊളിറ്റീഷ്യൻസിന്റെ ഒക്കെ കീശയിലേക്കാണല്ലോ അത് അധികം പോകുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് പിന്നെ പ്രതിഭടനം ഉൾപ്പെടുന്ന ആൾക്കാരുടെ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പോളിസി ആയിട്ട് എടുക്കുമ്പോൾ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വേണ്ടി വരില്ലേ? ഇല്ല, അതിന് കൃത്യമായ വ്യവസ്ഥ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ആർക്കും ഇവിടെ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ജനപ്രതിനിധിക്കും ഒരു പൈസ പോലും കൈകൊണ്ട് തൊടാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഉള്ള സിസ്റ്റം. പിന്നെ ഈ പറഞ്ഞ ആളുകൾ ആരെങ്കിലും അഴിമതി നടത്തുന്നൊക്കെ പറയുന്ന ഒരു ഈ കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവരെ ബില്ല് പാസ്സാക്കാനൊക്കെ നേരം വൈകുമ്പോൾ ഈ പൈസ വാങ്ങുന്ന രീതി എന്നൊക്കെ പലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. അതെല്ലാം അപൂർവമാണ്. പൊതുവെ അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെയാണ് പറയുന്നത്. അത്തരം കാര്യങ്ങൾക്കൊന്നും പൊതുവെ അങ്ങനെ ആരും നിൽക്കില്ല. ഇതിലെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സേവനം കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത് ഇപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മികച്ച ആർക്കിടെക്ട്സിന്റെ സേവനം ഉറപ്പാക്കുന്നുണ്ട്. അതായത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അവരെ എംപാനൽ ചെയ്യാണ് ആർക്കിടെക്ട്സിനെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ കോമ്പറ്റീഷനിൽ എടുക്കാം. ഏറ്റവും നല്ല പ്രോഡക്റ്റ് നമുക്ക് എടുക്കാം. അത് നേരത്തെ തന്നെ ഇപ്പൊ കാനായിക്കൊക്കെ ഒരുപാട് അസൈൻമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വലിയ ആർക്കിടെക്ചർ ചെയ്തിട്ടുണ്ട് ശില്പികൾക്ക്. അതെ, അതിലൊക്കെ ചിലപ്പോൾ ചില കൺഫ്യൂഷൻ വരാറുണ്ട്. പക്ഷെ എന്നാലും അത് ചെയ്യുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പിന് ഇപ്പൊ ഈ കേരളത്തിലാകെയുള്ള സ്കൂളുകൾ വലിയ കേരളത്തിന്റെ ചരിത്രത്തിൽ 5000 കോടിയിലധികം രൂപയാണ് നമ്മുടെ സ്കൂളുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് അനുവദിക്കുകയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു 1000 കോടി അനുവദിച്ചതിന്റെ അനുഭവം പോലും നിങ്ങൾക്ക് അല്ല 500 കോടി ഒന്നിച്ച് കൊടുത്തതിന്റെ അനുഭവം പോലും അതിന് മുമ്പ് ഒരു സർക്കാരിന്റെ കാര്യത്തുണ്ടായിട്ടില്ല. അപ്പൊ ആ സമയത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ സ്കൂളും അവിടുത്തെ സവിശേഷതകളും പ്രത്യേകതകളും ഒക്കെ അനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആർക്കിടെക്ചറിന്റെ സേവനം ഉറപ്പാക്കാൻ ഒരു ചെറിയ ഫീസ് നിശ്ചയിക്കണം. ഗവൺമെന്റിന്റെ ഒരു റേറ്റ് നിശ്ചയിച്ചാണ്. അത് അവരെ ഇതേപോലെ പിന്നെ എംപാനൽ ചെയ്യാം നമുക്ക് ഇപ്പൊ കൈറ്റ് പോലുള്ള സംവിധാനത്തിന്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം ഭാഗമായി ഇപ്പോൾ ഈ സർക്കാർ ചെയ്തൊരു മഹത്തായ കാര്യമുണ്ട്. ആദ്യമായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി, ഒരുപക്ഷെ ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരുകളുടെ ചരിത്രത്തിൽ ആദ്യമായി പിന്നെ ഒരു ഡിസൈൻ പോളിസി ഇന്നത്തെ കേരളത്തിലെ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പോളിസി ആയി കഴിഞ്ഞു. പക്ഷെ അത് പ്രാവർത്തികമാകുന്നതിന് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റൊരുപാട് കാര്യങ്ങളിൽ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. അത് മുമ്പോട്ട് പോകും. പക്ഷെ അത് ഇതുപോലുള്ള ഒരുപാട് ചർച്ചകൾ. അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ നിർമ്മാണങ്ങളിലും എടുക്കേണ്ട ഒരു സമീപനം സംബന്ധിച്ചാണ്. അതിൽ 2 കാര്യങ്ങൾ. ഒന്ന് ഈ പറഞ്ഞ പോലെ ആർക്കിടെക്ട്സിന്റെ സാധ്യതകളെ, സേവനങ്ങളെ എൻഗേജ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് എനിക്കിപ്പോൾ അറിയില്ല. പക്ഷെ അതായത് നമ്മളിപ്പം ഒരു പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഈ മഞ്ഞ പെയിന്റും അതുള്ള ആ കെട്ടിടങ്ങൾ തന്നെ മാറുമായിരിക്കും. അതെ, കെട്ടിടം ഇങ്ങനെയല്ല. പിന്നെ ഇന്നത്തെ കാലത്ത് കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രധാനപ്പെട്ട മനുഷ്യരാശി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഭാവിയിലെ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒക്കെ ആ കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പിന്നെ എന്താണ് ഗ്രീൻ ആർക്കിടെക്ചറിൻ്റെതായ രീതികൾ എല്ലാം അവലംബിക്കുന്നു. ഗ്രീൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ പലർക്കും അതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ വിദഗ്ധന്മാർ എന്ന് പറഞ്ഞ ആളുകൾക്ക് പോലും തെറ്റിദ്ധാരണ ഉണ്ടെന്നാണ്. പിന്നെ അത് കേവലം പിന്നെ കെട്ടിടത്തിന്റെ മുമ്പിൽ പിന്നെ വള്ളിപ്പടർപ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും പുൽത്തകടിയൊക്കെ കൂടുതൽ വെള്ളത്തിന്റെ ഉപയോഗം കൂടുന്നതാണ്. അത് ശരിക്ക് അത് എന്റർടൈൻ ചെയ്യുന്നതല്ല. അതായത് ഒരു പിന്നെ കെട്ടിടം പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൈദ്യുതിയുടെ ഉപയോഗം പരമാവധി കുറക്കണം. അതായത് പകൽ സമയത്ത് അതിന് നിങ്ങൾ കെട്ടിടം പ്ലാൻ ചെയ്യുമ്പോൾ കാറ്റിൻ്റെ വരവും വെളിച്ചത്തിൻ്റെ വരവും ഒക്കെ നോക്കി പ്ലാൻ ചെയ്യണം. അപ്പോൾ പകൽ സമയത്ത് നമുക്ക് പിന്നെ ഈ ലൈറ്റ് ഇടാതെ തന്നെ വെളിച്ചം വരും. പിന്നെ AC, എയർ കണ്ടീഷണർ അല്ലെങ്കിൽ ഫാൻ ഇടാതെ തന്നെ നമുക്ക് കാറ്റ് കിട്ടാൻ പറ്റും. ഏറ്റവും നല്ല അതിന് സാധിക്കുന്നിടത്തോളം ശ്രമിക്കുക. ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ അത് എത്രത്തോളം സാധ്യമാണെന്നറിയാം. സാധിക്കുന്നിടത്തോളം അത്തരം കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫിറ്റിങ്സ്, വാട്ടർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫിറ്റിങ്സ്, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം തുടങ്ങി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഇതിനകത്ത്. പിന്നെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് സംബന്ധിച്ച് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പിന്നെ ഏറ്റവും നല്ല സസ്റ്റെയിൻ ചെയ്യുന്നത്, നാളെ പ്രകൃതിക്ക് ഹാംഫുൾ ആവാത്തത്, അത്തരം നിർമ്മാണ സാമഗ്രികളുടെ ഉപയോഗം, ഇതെല്ലാം അതിൽ വരുന്നുണ്ട്. അപ്പം അതൊക്കെ വെച്ചുകൊണ്ടുള്ള പ്ലാനിങ് ആണ്. അപ്പം ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പിന്നെ ഇതാണ് കേരള ഗവൺമെന്റിന്റെ ഒരു ഡിസൈൻ പോളിസി എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റും അതങ്ങനെ
ചെയ്യണമെന്നുള്ളതൊക്കെ ഒരു ഇനിയും തീരുമാനിക്കാനിരിക്കുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഇതുപോലുള്ള ഒരുപാട് ഡിസ്കഷൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്കൊരു ഡിസൈൻ പോളിസി വേണം. അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, വാസ്തുശില്പികളുടെ സേവനമൊക്കെ തേടേണ്ടത് എല്ലാ മേഖലകളിലും ഉണ്ടാവണം. പിന്നെ ഇതിനൊക്കെ ഒരുപാട് തടസ്സങ്ങൾ വരും. അത് ഡിപ്പാർട്ട്മെൻറ്റിനകത്തുനിന്ന് തന്നെയാണ്. നമ്മളെ കൺവെൻഷണൽ രീതി, അതിൻ്റെ ബ്യൂറോക്രസിയിലൊക്കെ ഉടക്കുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് പോകണം. അല്പം സമയം എടുക്കുമായിരിക്കും. പക്ഷെ അതാദ്യമായിട്ട് കേരളം, ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ ആദ്യമായി ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അവർക്കൊരു ഇത്രയധികം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യുന്നൊരു ഗവൺമെൻറ് എന്ന നിലയിൽ ഒരു ഡിസൈൻ പോളിസി നമ്മൾ അല്പം വൈകിട്ടാണെങ്കിലും ഇപ്പോൾ അത് വന്നിരിക്കുകയാണ്. ഈ വിഷൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഒരു ജനപ്രതിനിധി ഒരു കാര്യത്തിന് നമ്മൾ ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു സാധനം, ഒരു വികസന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഡിസൈൻ പോളിസി ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇപ്പം കോഴിക്കോടിന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്കിപ്പം പ്രതിവേട്ടം തന്നെ ഒരു 4 തരം ബീച്ചുകൾ വിഭാവനം ചെയ്തിരുന്നു. അതായത് ഫാമിലി ബീച്ച്, കൾച്ചർ ബീച്ച്, യൂത്ത് ബീച്ച്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്പോർട്സ് ബീച്ച് എന്നൊക്കെ പറഞ്ഞു. അതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം കൾച്ചറൽ ബീച്ചും ഫാമിലി ബീച്ച് ഏതാണ്ട് യാഥാർത്ഥ്യമായിട്ടുണ്ട്. പിന്നെ സ്പോർട്സ് ബീച്ചിന്റെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലിപ്പോ നമുക്ക് അത് തുടങ്ങുന്ന സമയത്തൊക്കെ ഒരുപാട് എതിർപ്പുകൾ വന്നതും അതൊരു എങ്ങനെ അതൊരു ഹ്യൂമൻ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു ജനസമൂഹത്തിന് അത് എത്രമാത്രം അത് ഉപയോഗപ്പെടും എന്നൊക്കെയുള്ള സംശയം വന്നിരുന്നു. പക്ഷെ ഇന്നിപ്പോ നമുക്കറിയാം പൂർത്തിയായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു രാത്രി 2-3 മണി വരെയൊക്കെയുള്ള ജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ. കാരണം ഇപ്പം ഒരു സിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ഏർബൻ സ്പേസിൽ ജനങ്ങൾക്ക് പോയിരിക്കാനുള്ള ഏക സ്ഥലമായിട്ട് ബീച്ചിന്റെ ആ ഭാഗം മാറുകയാണ്. അപ്പൊ അതിൽ പാർട്ടിസിപ്പേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഇത് ഇങ്ങനെ വിഭാവനം ചെയ്യുന്ന സമയത്ത് പ്രതിഭട്ടന മനസ്സിൽ ഈ കാഴ്ച ഉണ്ടായിരുന്നോ? കോഴിക്കോടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം, ആളുകൾക്ക് നേരത്തെ തന്നെ നമ്മൾ ഈ ഡെവലപ്മെന്റ് ഒക്കെ വരുന്നതിന് മുമ്പ് ആളുകൾ ആശ്രയിച്ചുകൊണ്ടിരുന്നതാണ് അവരെ സായനങ്ങൾ ചെലവഴിക്കുന്നതിനൊക്കെ ബീച്ചാണ്. അതെ, മാനാഞ്ചിറയും ബീച്ചുമാണ്. പിന്നെ പണ്ട് അവിടെ ഒരു ലയൺസ് പാർക്ക് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും വന്നിട്ട് ആ സിംഹത്തിന്റെ വായിൽ നിന്ന് വെള്ളം കുടിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ സിംഹത്തിന്റെ തല ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അതേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. പിന്നെ സാധാരണ സാൻഡി ബീച്ച്. പിന്നെ ഞങ്ങളൊക്കെ കോളേജ് പ്രീ ഡിഗ്രി മുതൽ പഠിക്കുന്ന കാലത്ത് പോയിരുന്നതാണ് ഇപ്പോൾ ഉള്ള വരക്കൽ ബീച്ചില്ലേ, ബട്ടോട് ബീച്ച് ഡെവലപ്പ് ചെയ്തില്ലേ. അവിടെ വലിയ എരുമ കുളിക്കുന്ന 2 ചെളി കുളമായിരുന്നു. പക്ഷെ അവിടെ വൈകുന്നേരമൊക്കെ പോയിരിക്കും. ഞായറാഴ്ചകളിൽ പാട്ട് പാടുന്ന ഞങ്ങളൊരു ലൈബ്രറിയിലെ ഒരു സംഘമുണ്ട്. പോയി വൈകുന്നേരം പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് നേരം പാട്ട് പാടിയിട്ടൊക്കെ ഞായറാഴ്ചകളിൽ വരികയൊക്കെ ചെയ്യും. അപ്പോൾ ആ സ്ഥലമൊക്കെ നമ്മൾ ആ കാലത്ത് നമ്മൾ പോയ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത സ്ഥലമൊക്കെ പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ടൂറിസത്തിൻ്റെ ഫണ്ടും MLA ഫണ്ടും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ കോഴിക്കോട് ഭാവിയിൽ ഇനി ഇപ്പോൾ കോർപ്പറേഷനായാലും ഇനി വരുന്ന ഗവൺമെൻറ്റുകളാണെങ്കിലും എല്ലാം തന്നെ പരിഗണിക്കേണ്ടത് കോഴിക്കോടിൻ്റെ ബീച്ച് എന്ന് പറയുന്നത് നമ്മളൊരു വലിയ അനുഗ്രഹമാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ്. ടൂറിസം രംഗത്ത് എക്സ്പേർട്സ് പറയുന്നത് മിയാമി, പിന്നെ മെറീന, അത് കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ച് എന്ന ഒരു നഗരത്തിന് സമാന്തരമായിട്ട് ഒരു നമ്മളങ്ങ് എലത്തൂരിൽ നിന്ന് ഇവിടെ പുതിയ അവിടുന്ന് തുടങ്ങിയ കാപ്പാട് പോലെ, അതെ ഇനിയിപ്പോൾ കാപ്പാട് പോലെ കണക്ക് ഞാൻ പറഞ്ഞ അതിൻ്റെ അപ്പുറമല്ല, കാപ്പാട് മുതൽ എടുത്താൽ ഇങ്ങ് വേപ്പൂര് വരെ എടുക്കാം. വലിയൊരു സ്ട്രെച്ച് ഉണ്ട്. ഇടയിലൊക്കെ കുറെ ജനപഥങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ പൂർണ്ണമായിട്ടുള്ള ബീച്ചാണ്. അത് കോഴിക്കോടിൻ്റെ ഒരു പൂമുഖമാണ്. അങ്ങനെ കാണാം. നമ്മൾ വീട്ടിൽ നമ്മളെപ്പോഴും നമ്മളെ പൂമുഖം ഭയങ്കര നീറ്റായി വെക്കില്ല, നമ്മളെ ഗസ്റ്റിനെയൊക്കെ സ്വീകരിക്കുന്ന പഴയ ആളുകൾ. പണ്ട് കാലത്ത് അറബ്സും ചൈനക്കാരും പോർച്ചുഗീസും എല്ലാവരും സമുദ്രം വഴിയാണ് വന്നത്. ഓരിപ്പോൾ കാപ്പാടായിരിക്കാം, എവിടെയായിരിക്കാം, ബേപ്പൂര എവിടെയോ വന്ന് കയറിയാലും ഈ പൂമുഖത്താണ് ഇവരെല്ലാം വന്ന് കയറിയത്. വ്യാപാര ആവശ്യമായി ബന്ധപ്പെട്ട് നമ്മൾ അതിഥികളെയും അന്യനാട്ടുകാരെയും ആകർഷിച്ചതാണ് ഈ നമ്മുടെ കോഴിക്കോടിൻ്റെ കടൽത്തീരം. അപ്പം അതിൻ്റെ ആ ചരിത്രപരമായിട്ടുള്ള അതിൻ്റെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും അതിൻ്റെ സാധ്യതകളുണ്ട്. അപ്പം അത് കണ്ടുകൊണ്ട് അതിനെയാണ് നമ്മൾ ഏറ്റവും വൃത്തിയും വെടിപ്പുമായിട്ട് വെക്കേണ്ടത്. അപ്പം അത് ഇമോഷണലി ഇപ്പം നമ്മൾ എന്ത് വന്നാലും നമ്മുടെ വീടിൻ്റെ പുറകിൽ ചിലപ്പോൾ നമ്മൾ ചില മാലിന്യമൊക്കെ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഡംപ് ചെയ്താൽ നമ്മളെല്ലാം വീടിൻ്റെ മുൻവശം നമ്മളെല്ലാ അതിഥികളെയും സ്വീകരിക്കാനായിട്ട് ഏറ്റവും വൃത്തിയായും ഭംഗിയായി വെക്കില്ലേ. അപ്പം അതേപോലെ നമ്മൾ വെക്കേണ്ട ഒന്നാണ് കോഴിക്കോട് ബീച്ച്. അതിലിപ്പോഴും കുറവുണ്ട്. നമുക്ക് ആ കുറവ് പരിഹരിക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും എല്ലാവർക്കും ഉണ്ട്. ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പഴയതിനേക്കാൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും കുറച്ചുകൂടെ അതിൻ്റെ സൂക്ഷ്മതകളിൽ നമുക്ക് അതിനെ പിന്നെ ഏറ്റവും വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റേണ്ടതുണ്ട്. അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കുറേ ഭാഗം കൈകാര്യം ചെയ്യുന്നുണ്ട്. DTPC നന്നായി ചെയ്യുന്നുണ്ട്. കോർപ്പറേഷൻ
കുറേ ഭാഗം നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും ഇതായിട്ട് നമുക്ക് വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഇത് വന്നത് ഇപ്പം കൾച്ചറൽ ബീച്ച് എന്ന് പറയുന്ന സാധനത്തിന്റെ അകത്താണ് ശരിക്കും നമുക്ക് ലിറ്റററി സിറ്റിയുടെ യുനെസ്കോയുടെ അംഗീകാരമൊക്കെ കിട്ടുന്നതിലേക്ക് ഡെവലപ്പ് ചെയ്തത്. കാരണം അപ്പം ഒരു ലിറ്ററേച്ചർ എന്ന് പറയുമ്പം കേരളത്തിൽ അത് എത്രമാത്രം വാണിജ്യപരമാണെങ്കിലും അല്ലെങ്കിൽ അത് വ്യക്തിയധിഷ്ഠിതമാണെങ്കിലും ഒക്കെ തന്നെ അതിന്റെ വിമർശനങ്ങൾ ഒരുപാടുണ്ടെങ്കിലും പക്ഷെ അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇപ്പം മനോരമയുടെ ഹോർത്തോസ് ആണെങ്കിലും പിന്നെ DC ബുക്സിന്റെ ഫെസ്റ്റിവൽ ആണെങ്കിലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു കോഴിക്കോട് ബീച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ട് കൾച്ചറിന്റെ ഒരുപാട് പരിപാടികൾ ഇതല്ലാതെ തന്നെ നമ്മൾ അറിയപ്പെടാത്ത എല്ലാ ദിവസവും ഓരോ പരിപാടികൾ എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. മ്യൂസിക് ഫെസ്റ്റിവൽ ആണെങ്കിൽ അത് അങ്ങനെയൊക്കെ ഒരുപാട് ഫുഡ് ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ അത് ഇതിന്റെ ഈ ഒരു കോൺസെപ്റ്റിന്റെ ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്ന അവിടെയാണ് അല്ലേ? അതെ തീർച്ചയായിട്ടും. അല്ല അത് തന്നെ ഉദ്ദേശിച്ചാണ് ആ ഏരിയ ചെയ്യുന്ന സമയത്ത് ഈ ഫ്രീഡം സ്ക്വയറിനെയും ഈ കൾച്ചറൽ ബീച്ച് എന്ന് പറഞ്ഞ ആ ഭാഗത്തേന് അതിൻ്റെ അനുബന്ധമായി നമ്മൾ ആ ലയൺസ് പാർക്ക് ഏരിയ കൂടെ കോർപ്പറേഷൻ ചെയ്യാൻ പോകാം. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലമായി. ഇതേപോലെ തന്നെ ഈ ബട്ട്റോഡ് ബീച്ചിൽ അവിടുത്തെ ബ്ലിസ് പാർക്ക് എന്നൊക്കെ ഉള്ള പേരിട്ടിട്ടുണ്ട്. പക്ഷേ ബട്ട്റോഡ് ബീച്ച് ആണ് ജനങ്ങൾ അറിയുന്നത്. അവിടെയും നമ്മൾ പിന്നെ അവിടെ ഒരു ലഗൂൺ അതിലേക്ക് തള്ളി നിൽക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു സ്റ്റേജൊക്കെ നമ്മൾ MLA ഫണ്ട് ചെയ്തതാണ്. അവിടെയാണ് മുമ്പ് ഒരു ഗസൽ ജാത്ത് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, അന്ന് ഇദ്ദേഹം തലത്തസീസ് അബ്രദിദ ബാനർജി മറ്റേ ഇദ്ദേഹം ഉമ്പായി അവസാനമായി ഇപ്പോൾ കോഴിക്കോട് പാടിയത് ആ പ്രോഗ്രാം 4 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു ഗംഭീരമായിട്ട്. അപ്പം അങ്ങനെയുള്ള വേദി പിന്നെ കൾച്ചറൽ പ്രോഗ്രാമിനുള്ളൊരു സ്പേസ് അവിടെയുണ്ട്. നമ്മുടെ ഇവിടുത്തെ കോഴിക്കോട്ട് ഏറ്റവും പാവപ്പെട്ട ആളുകൾ പാർക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ശാന്തിനഗർ ബീച്ചിലുള്ള. ശരി, അവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട് കൾച്ചറൽ പ്രോഗ്രാമൊക്കെ ചെയ്യാനുള്ള, അവരുടെ പ്രോഗ്രാമും മറ്റുള്ളവർക്കൊക്കെ ചെയ്യാം. അപ്പം ഇങ്ങനെ കുറേയധികം പിന്നെ പബ്ലിക് സ്പേസുകൾ നമ്മൾ ഈ കാലയളവിൽ പിന്നെ ചെയ്തിട്ടുണ്ട്. ഒന്ന് പിന്നെ ഈ പറഞ്ഞ ബീച്ചിലുള്ള സ്ഥലങ്ങൾ, പിന്നെ നമ്മുടെ എല്ലാ സ്കൂളുകൾ ഈ പറഞ്ഞില്ലേ, ഈ സ്കൂളുകളൊക്കെ ഇപ്പോൾ പ്രിസം സ്കൂളുകൾ കാരപ്പുറം നടക്കാമാണെങ്കിലും മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ആണെങ്കിലും വൈകുന്നേരം രക്ഷിതാക്കൾ പ്രിൻസിപ്പൽമാർ പൂട്ടിപ്പോകുന്ന സ്കൂളല്ല. അത് പിന്നെ സമൂഹത്തിന് വേണ്ടി വൈകുന്നേരം നാട്ടുകാർക്ക് വേണ്ടി തുറന്നു വെക്കുന്ന സ്കൂളാണ്. അവർക്ക് വന്നിരിക്കാം, വർത്തമാനം പറയാം, കൾച്ചറൽ പ്രോഗ്രാം ചെയ്യും. ഇപ്പം ഏറ്റവും ഗംഭീരമായിട്ട് TM കൃഷ്ണയുടെ കച്ചേരി നടന്നതാണ് നമ്മുടെ കാരപ്പറമ്പ് സ്കൂളിലെ ഓപ്പൺ എയർ. അദ്ദേഹം വന്നിട്ട് ആ സ്കൂളിനെ കുറിച്ച് ഗംഭീരമായിട്ട് ഫേസ്ബുക്കിലൊക്കെ എഴുതുകയൊക്കെ ചെയ്തു, അവിടുത്തെ ഒരു അനുഭവത്തെക്കുറിച്ച്. ഇപ്പോഴും ഇടക്കിടക്ക് അവിടെ മ്യൂസിക് പ്രോഗ്രാമൊക്കെ നടക്കും. അപ്പോൾ എല്ലാ സ്കൂളുകളിലും പിന്നെ ഇതേപോലെയുള്ള അരങ്ങുകളുണ്ട്, പബ്ലിക് സ്പേസുകളുണ്ട്, പെർഫോമൻസ് സ്പേസ് ഉണ്ട്. സ്കൂളിനെ മുഴുവൻ നമ്മൾ കണ്ടതൊരു പിന്നെ വിദ്യാലയം അവിടുത്തെ ആ നാട്ടിലൊരു സാംസ്കാരിക സ്ഥാപനം എന്ന നിലയിൽ കൂടിയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും സീനിയർ സിറ്റിസൺസും അല്ലാത്തവരും എല്ലാവർക്കും വരാനിരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പേസ്. അപ്പം എല്ലാ സ്ഥലത്തും ഇപ്പം മാനാഞ്ചിറയും സരോവരമോ അതുപോലുള്ള സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പം പ്രാദേശികമായിട്ട് തന്നെ അവർക്ക് വന്നിരിക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെലവൂരിൽ ഒരു സ്പോർട്സ് പാർക്ക് ഇതേപോലെ, അതെല്ലാം ഇവരെ ആർക്കിടെക്ട്സ് പിന്നെ നമ്മുടെ സ്പേസ് ആർട്ടാണ് അതിൻ്റെ രൂപകൽപ്പന. ഫുട്ബോൾ കോർട്ടും വോളിബോളും ഓപ്പൺ എയർ പെർഫോമൻസ് സ്പേസും ഒക്കെ ആയിട്ടുള്ള ഇങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുണ്ട്. അതുപോലെ കുറേയധികം CH നഗറൊക്കെ പെർഫോമൻസ് സ്പേസുകൾ, കുറേയധികം പബ്ലിക് സ്പേസുകൾ, അവർക്ക് സാംസ്കാരിക സ്കൂളിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ മലപ്പറമ്പ് സ്കൂൾ ഒരു പ്രൈവറ്റ് സ്കൂൾ ഏതാണ്ട് റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ ഒരു സമ്മർദ്ദത്തിൽ പൂട്ടാൻ പോകുന്ന ഒരു അവസ്ഥയിലാണ് അതിനകത്ത് പ്രതികരണമൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഇന്നും അത് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. അതെന്താ അതിനൊരു കുഴപ്പം സംഭവിച്ചില്ല? അതായത് അത് അന്ന് പിന്നെ സ്കൂൾ മാനേജർ 2014 അത് അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് അന്നത്തെ ഗവൺമെൻറ് കൊടുത്തു. അപ്പം അത് നമ്മൾ നിയമസഭയിലൊക്കെ ഉന്നയിച്ചു. അപ്പോൾ അത് റോഡ് വൈഡനിങ്ങിൻ്റെ വക സ്ഥലമൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ അത് പുനഃപരിശോധിക്കാമെന്ന് നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച സമയത്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോഴത്തേക്ക് മാനേജർ അതിനിടയിൽ തന്നെ അത് ബുൾഡോസർ വെച്ച് തകർത്തു. അപ്പം നമ്മളെല്ലാം കൂടി അവിടെ സമരം ആരംഭിച്ചു. അങ്ങനെ ആ സമരത്തിനെ തുടർന്നത് കോടതിയും കേസൊക്കെ ആയിട്ട് കുറേ നിന്നിരുന്നു. ഒടുവിൽ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം 1ാം പിണറായി സർക്കാർ വന്നപ്പോൾ അത് ആ സ്കൂൾ ഏറ്റെടുത്തു. രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ ഞങ്ങൾ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കാൻ തന്നെ 5-6 കോടി രൂപ അതിൻ്റെ പ്രോപ്പർട്ടി മുഴുവൻ, നല്ല വിലയുള്ള സ്ഥലമല്ലേ, ഏറ്റെടുക്കാൻ ചിലവായി. പിന്നീട് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ടും MLA ഫണ്ടും എല്ലാം ചേർന്നുകൊണ്ട് അത് ആ സ്കൂളിൽ നല്ല മികച്ച നിലയിലാണ് അതിൻ്റെ കെട്ടിടമൊക്കെ മനോഹരമായ ചെറിയ സ്പേസ് ആണെങ്കിലും നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം ഫിനിഷ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. ഇപ്പോൾ അതിൻ്റെ അവസാനം ലാൻഡ്സ്കേപ്പിംഗ് ആ ഏരിയയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പം ഇപ്പോൾ തീർക്കാവുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു വിചാരിച്ച 2 മാസം കൊണ്ട് ജോലി ചെയ്തു. പക്ഷേ അതിന് കുറേ ഇടയിൽ ഡിലേ വന്നു. മെയിൻ കെട്ടിടമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതിൻ്റെ ചെറിയ പണി, മുമ്പിൽ ഒരു ഗേറ്റ് വേ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ അത് താമസം എടുത്തു.
അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള താമസം. അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് അത് ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് MLA യുടെ ഓഫീസ് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ IT-യിൽ ആദ്യം മാത്രം ആ ഭൂപടത്തിൽ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു കോഴിക്കോട്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. ഇന്നിപ്പം വളരെ പ്രധാനപ്പെട്ട, കേരളത്തിലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസൻസ് ആണ് പിന്നെ കോഴിക്കോട്ടെ IT ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് ആ സമയത്ത് പ്രത്യേകിച്ചും VS മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അതിന്റെ പിന്നിലൊരു ഈ പറഞ്ഞൊരു വിഷനോട് കൂടിയുള്ള ഒരു പ്രവർത്തനമുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇത്രയും ഇമ്പാക്റ്റ് ഉള്ള ഒരു IT ഇൻഡസ്ട്രി കോഴിക്കോട്ടുള്ളത്. അതിൻ്റെ ഒരു കഥ എന്താണ്? VS മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ഇന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ബാലഗോപാൽ. അപ്പോൾ ബാലഗോപാൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം മുതൽ ഒന്നിച്ച് പ്രവർത്തിച്ചാണ്. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് വിളിച്ചു പറയുകയാണ്, ഇങ്ങനെ മലബാർ ഭാഗത്തേക്ക് ഒരു IT പാർക്ക് ഗവൺമെൻറ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കും കൊച്ചിയിലെ ഇൻഫോ പാർക്കും കഴിഞ്ഞാൽ ഈ ഭാഗം. അപ്പോൾ നിന്റെ മണ്ഡലത്തിൽ സ്ഥലം ഉണ്ടെങ്കിൽ പറഞ്ഞോ തരാമെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ മണ്ഡലം സിറ്റിയിലാണ്, 30 വാർഡുകൾ ചേരുന്ന ചെറിയ സ്ഥലമാണ്, അവിടെ സ്ഥലം കിട്ടാൻ സാധ്യതയില്ല, IT പാർക്കിന് ഒരുപാട് വേണമല്ലോ, ഉണ്ടാവാനിടയില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും. പക്ഷേ ഞാനന്ന് ഊരാളുങ്കലുകാർ പിന്നെ റോഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി മണ്ണെടുത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് മനസ്സിലുള്ളതുകൊണ്ട് ഊരാളുങ്കലിൻ്റെ പിന്നെ ചെയർമാനായിട്ട് രമേശൻ പാരി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കോഫി ഹൗസിൽ നിന്ന് ചായ കുടിക്കാനിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് നമുക്ക് കിട്ടാൻ, സ്ഥലമുണ്ടോ നിങ്ങളുടെ കയ്യിലുള്ള സ്ഥലം? അപ്പം ഞങ്ങളുടെ കയ്യിൽ അന്ന് 14 ഏക്കറേ ഉള്ളൂ, അത് മതി, അതേ ഉള്ളൂ, വേറെ സ്ഥലമില്ല. ഞാൻ 14 ഏക്കർ പോരാ. അപ്പോൾ പക്ഷെ ആ ഏരിയയിൽ കുറച്ച് സ്ഥലമുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്ക്, ഞങ്ങളിത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ IT സെക്രട്ടറി ഡോക്ടർ ജ്യോതിലാൽ IAS ആണ്. അദ്ദേഹം ഇവിടെ ഒരു നളന്ദ ഓഡിറ്റോറിയത്തിൽ ഒരു സെമിനാറിന് വന്നപ്പോൾ അദ്ദേഹത്തെയും കൂട്ടി ഞാൻ ഈ സ്ഥലം കാണാൻ പോയി. അപ്പോൾ ചെന്നപ്പോൾ അതിൻ്റെ ചുറ്റുപാട് നല്ല പൊന്നങ്കോട് വന്ന പ്രദേശം, അവിടെ നല്ല സ്ഥലം ഉണ്ടായിരുന്നു. അയാൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഗംഭീര ലൊക്കേഷനാണ്. അത് കോർപ്പറേഷൻ ഏരിയൻ്റെ പുറത്തല്ലേ? കോർപ്പറേഷനകത്ത് നമ്മുടെ കോഴിക്കോട് അന്നത്തെ 1ാം മണ്ഡലത്തിലായിരുന്നു അന്ന്. കുറച്ച് ഭാഗം പുറത്തുണ്ട്, ഒളവണ്ണ പഞ്ചായത്തിൽ അങ്ങനെ മൊത്തം. അത് അപ്പം നമുക്കറിയില്ല, അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് കിടക്കണമെന്നും അറിയില്ല. നമ്മുടെ മണ്ഡലത്തിലൊരു സ്ഥലമായിരുന്നു അത്. അങ്ങനെയാണ് ഞാൻ അത് പോയി നോക്കുന്നത്. അപ്പം അദ്ദേഹത്തെ വിട്ട ഉടനെ അവിടുത്തെ വില്ലേജ് ഓഫീസറെ കണ്ട് സർവേ ചെയ്യാൻ പറഞ്ഞു. അന്ന് ആദ്യം 117 ഏക്കറാണ് നമ്മൾ സർവേ ചെയ്തെടുത്തത്. അപ്പോൾ സർവേ ചെയ്തെടുക്കുമ്പോഴേക്ക് ഈ സർവേക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാർ വെറുതെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അവർ പോയി പറഞ്ഞു, നിങ്ങളുടെ സ്ഥലമൊക്കെ ഇപ്പോൾ പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് ടെൻഷനായി. അപ്പോൾ അവരെല്ലാം കൂടെ എൻ്റെ അടുത്ത് വീട്ടിലൊക്കെ വന്ന് ഭയങ്കര സങ്കടം പറച്ചിലൊക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലം പോവില്ല. ഞങ്ങൾ കാരണം അക്വിസിഷനിലേക്കൊക്കെ പോകുന്നതിന് മുമ്പാണല്ലോ അത് പറയുന്നത്. അപ്പോൾ അവരെല്ലാം മീറ്റിംഗ് വിളിച്ചോടെ ഒന്നിച്ച് ചേർത്തു. ആ മീറ്റിങ്ങിനെ തുടർന്ന് അവരോട് പറഞ്ഞു, പിന്നെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ഒറ്റപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട്, അത് എടുക്കുമ്പോൾ അവർക്ക് നല്ല റിഹാബിലിറ്റേഷൻ കൊടുക്കാം. അങ്ങനെ ടോട്ടൽ 68 ഏക്കർ സ്ഥലം നമ്മൾ എടുക്കാൻ തീരുമാനിക്കുന്നു. ബാക്കി എക്സംപ്റ്റ് ചെയ്തു. അതിൽ 23 വീടുകളുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ആ 23 വീടുകൾ ഉൾപ്പെടെ പിന്നെ അക്വയർ ചെയ്തെടുക്കുന്നു. അവർക്ക് അപ്പുറത്ത് 2 ഏക്കർ സ്ഥലം വേറെ വാങ്ങിച്ചിട്ട് അവർക്ക് സ്ഥലവും കൊടുക്കുന്നു. അക്വിസിഷൻ്റെ പൈസ കൊടുത്തു, മറ്റത് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തു. അവർക്ക് റോഡും വെള്ളവും എല്ലാം ഗവൺമെൻറ് തന്നെ കൊടുത്തു. വീടുണ്ടാക്കാനുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തു. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ചിലർ അതിന് എതിർപ്പൊക്കെ പറഞ്ഞ് ആദ്യം വന്നിരുന്നെങ്കിലും അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റി. അന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, അന്ന് അതെ ഇതിനിടയിൽ തന്നെ പിന്നെ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് ഈ സ്ഥലം കാണിച്ചു. അപ്പം അതിന് മുമ്പ് നമ്മൾ നിവേദനമൊക്കെ തയ്യാറാക്കി കൊടുത്തിരുന്നു. എന്തുകൊണ്ട് കോഴിക്കോട് ഒരു IT ഇൻഡസ്ട്രിക്ക് ഈ സ്പേസ് അനുയോജ്യമാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോഴിക്കോട് പിന്നെ എയർപോർട്ട് കോഴിക്കോട് ജില്ലയിലല്ല, കോഴിക്കോട് യൂണിവേഴ്സിറ്റി കോഴിക്കോട് ജില്ലയിലല്ല. അതുപോലെ സ്വാഭാവികമായിട്ട് സ്ഥലം എവിടെയാണോ കിട്ടുന്നത് അവിടേക്ക് പോകുമായിരുന്നു കോഴിക്കോട് സൈബർ പാർക്ക്. അത് കോഴിക്കോട് സിറ്റിക്കകത്ത് തന്നെ നമുക്ക് ലഭ്യമാക്കാനായി എന്നുള്ളതാണ് അന്നത്തെ പ്രശ്നം. മുഖ്യമന്ത്രി വന്ന സ്ഥലം കണ്ടു, അതോടുകൂടെ അതിനെ കൺഫർമേഷനായി. അപ്പോൾ അതിൽ നമ്മൾ ആ ക്ലെയിം അന്ന് ഉന്നയിച്ചത് എനിക്ക് ഓർമ്മ, നിവേദനത്തിൽ അതൊക്കെ എഴുതി കൊടുത്തിരുന്നു. അതായത് പിന്നെ ഇതിൻ്റെ സാധ്യതകൾ, ഞാനന്ന് നിവേദനം തയ്യാറാക്കാൻ ഈ സ്പോട്ടിൽ നിന്ന് എയർപോർട്ട് വരെ വണ്ടി ഓടിച്ചു പോയി. അന്ന് 25 മിനിറ്റ് കൊണ്ട് എത്തുമായിരുന്നു അവിടെ, 25 മിനിറ്റ്. അപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ട് നിന്ന് 25 മിനിറ്റ് യാത്ര ചെയ്തെത്തുന്ന സ്ഥലം. കണ്ണൂർ എയർപോർട്ട് വന്നിട്ടില്ല, അപ്പോൾ വരാൻ പോകുന്ന എയർപോർട്ട് മംഗലാപുരം, പിന്നെ ഇവിടുത്തെ മറ്റേ കോയമ്പത്തൂർ, പിന്നെ നമ്മുടെ ഈ ബാംഗ്ലൂരിലുള്ള IT ഇൻഡസ്ട്രിയിലുള്ള ആളുകളൊക്കെ വീക്കെൻഡിൽ അവർ പിന്നെ വയനാട്ടിലെ ഇവിടെയാണ് വരുന്നത്, നമ്മുടെ വൈത്തിരിയൊക്കെ. ആ വൈത്തിരി വളരെ അടുത്താണ് ഇവിടെ നിന്ന്. അങ്ങനെയുള്ള ലൊക്കേഷൻസ് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഈ കണക്ടിവിറ്റി, വെള്ളത്തിൻ്റെ, വൈദ്യുതിയുടെ ലഭ്യത, ഇതിൻ്റെ എല്ലാ സവിശേഷതകളും ഉൾപ്പെടുത്തിയാണ് നമ്മുടെ നിവേദനം.
ആ നിവേദനമാണ് അന്ന് മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയും അതിനുശേഷമാണ് അദ്ദേഹം വരികയും കാണുകയും ഇതെല്ലാം കൺഫേം ചെയ്യുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ അവിടെ പിന്നെ അതിനിടയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഊരാളുങ്കലിൻ്റെ സ്പേസ് അവർ തന്നെ ബിൽഡ് ചെയ്യാമെന്ന് ഗവൺമെൻറ്റുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കി. അവരുടെ 14 ഏക്കറിനോടൊപ്പം സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നുള്ള ആ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി 25 ഏക്കർ വേണം മിനിമം. അപ്പം ബാക്കി സ്ഥലം അവർ പൈസ കൊടുത്ത് വാങ്ങിച്ചു. അങ്ങനെ SEZ സ്റ്റാറ്റസ് അവർക്കും കിട്ടുന്നു. ഗവൺമെൻറ്റിൻ്റെത് 42 ഏക്കറാണ് ഉള്ളത്, IT പാർക്ക് 41 ഏക്കർ. അത് പിന്നെ ഗവൺമെൻറ് ബിൽഡ് ചെയ്തു. ഇപ്പം 2 പാർക്കിലും കൂടെ ഒരു 7000-ഓളം ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നു. അതെ, ഇപ്പോൾ നമ്മളിപ്പോഴെപ്പോഴും മാവൂർ സ്കൂട്ടിയൻ്റെ ഒരു കഥയാണ് ഇപ്പോഴും പറയാം, നെഗറ്റീവായ കഥകൾ മാത്രമാണ്. അതിനേക്കാൾ വലിയൊരു ഇൻഡസ്ട്രിയാണ്, തൊഴിൽ സാധ്യതയുള്ളൊരു സ്ഥാപനം ഇവിടെ വന്നു. ഇനിയും അത് ഡെവലപ്പ് ചെയ്യാനുണ്ട്. അത് ഇപ്പം നല്ല ഡിമാൻഡ് ഉണ്ട്. നമുക്ക് പറ്റിയിട്ടുള്ളൊരു പ്രശ്നം പിന്നെ ഞങ്ങളന്ന് ഈ നാസ്കോമിൻ്റെ സഹായത്തോടെ ഇന്ത്യയിലെ വലിയ IT കമ്പനികളുടെ എല്ലാം ലോകത്തിലെ IT കമ്പനികളുടെ CEOമാരുടെ മീറ്റിംഗ് ഇവിടെ വിളിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ US സോഫ്റ്റ്, അലയൻസ് കോൺഹിൽ, അങ്ങനെ പിന്നെ ഈ IBM, കെ മാത്യൂസിൻ്റെ അതെല്ലാം വന്നു, ഇൻഫോസിസ്. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ കോഴിക്കോടിനെ കുറിച്ച് അവർ പറയുന്നത് ഞങ്ങൾ കോഴിക്കോട് പ്രിഫർ ചെയ്യുന്നു, അടുത്ത ലെയർ സിറ്റി, സെക്കൻഡ് ലെയർ എന്നായിട്ട് അവർ പറഞ്ഞു. കാരണം കോഴിക്കോട് ലോ കോസ്റ്റ് ഹൈ സ്റ്റാൻഡേർഡ് ലിവിങ് ആണ്. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള നിങ്ങളിവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിക്കോ, ഞങ്ങൾ വരാം. പക്ഷേ ഈ ഇൻഫ്രാസ്ട്രക്ചർ പൂർത്തിയാകുമ്പോഴേക്ക് ലോകം മുഴുവൻ IT അല്പം ഒന്ന് ഡള്ളായി. അതുകൊണ്ട് വൻകിട കമ്പനികൾ ആദ്യം വരാൻ തയ്യാറായില്ല, ചെറിയ കമ്പനികളാണ് വന്നത്. അപ്പോൾ അത് ഗ്ലോബൽ പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ ടാറ്റയുടെ ഒരു അവർ വന്നു, അതാണ് ഇപ്പോൾ വന്നൊരു വലിയ കമ്പനി. ഇനിയും വലിയ കമ്പനികൾ ഇപ്പോൾ വരാൻ തയ്യാറാണ്. പക്ഷെ അതിന് ഇനിയും നമുക്ക് ഇപ്പോൾ ഉള്ള കെട്ടിടങ്ങളെല്ലാം 2 പാർക്കിലോ നിറഞ്ഞു കഴിഞ്ഞു. ഇനി പുതിയ കെട്ടിടങ്ങൾ പിന്നെ ബിൽഡ് ചെയ്യാൻ, IT സ്പേസ് ബിൽഡ് ചെയ്യാൻ അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഗവൺമെൻറ് അത് സീരിയസ് ആയിട്ട് എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മളന്ന് ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഇതാണ് ഒരു കുഞ്ഞ് പറന്ന് വീഴുന്ന പിന്നെ ആശുപത്രി 58 അത് മുതൽ അവസാനം അന്ത്യവിശ്രമം കൊള്ളുന്ന ശ്മശാനം വരെ. അതെ, അങ്ങനെയാണ് അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അതിനിടയിൽ സാധിക്കുന്നതെല്ലാം ചെയ്യാം. അല്ല, അതിന്റെ ഡിസൈനും വേറെ തന്നെയാണല്ലോ. ഇപ്പം അതെ മറ്റൊരു അമ്മത്തൊട്ടിൽ പോലെയല്ല ബീച്ച് ഹോസ്പിറ്റലിലെ അമ്മത്തൊട്ടിൽ. അതുപോലെ സ്മൃതിപഥം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞാൽ ചില ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞാൽ മരിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ശ്മശാനമായി. അതെല്ലാം നല്ല വാസ്തുശില്പികൾ ചെയ്തത് തന്നെയാണ്. അതിനകത്ത് അവിടെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയും, കാര്യങ്ങൾ വേണം. ഇപ്പൊ അവിടെ അനുശോചന യോഗമൊക്കെ ചേരാനുള്ള ഒരു ഹോള് വേണം, നമ്മൾ സജസ്റ്റ് ചെയ്തു. അത് പുസ്തക പ്രകാശനം അഖിൽ P. ധർമ്മജന്റെ പുസ്തകം രാത്രി 12 മണിക്ക് നമ്മൾ എല്ലാം പോയി പ്രകാശനം നടത്തി അവിടെ. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾക്കും അത് ഉപയോഗിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര മാത്രമല്ല ഇന്ന് നമ്മൾ കേരളത്തിലെ ഗവൺമെൻറ് പോയി ശുചിത്വത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ്. നമ്മളെ ഈ പറഞ്ഞ നവകേരള കാഴ്ചപ്പാടിൽ മുന്നേറുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് പ്രാധാന്യമുണ്ട്. അത് പൊതുവായിട്ടുള്ള ശുചീകരണം എല്ലായിടത്തും നടക്കുന്നുണ്ട് നന്നായിട്ട്. പക്ഷേ നമ്മൾ ഇപ്പം നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിലുള്ളതുപോലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഉള്ളതുപോലെ എഴുതി തയ്യാറാക്കിയ ഒരു ശുചിത്വ പ്രോട്ടോകോൾ കൃത്യമായിട്ട് നടപ്പാക്കുന്ന 2 സ്ഥാപനം കോഴിക്കോട്. അതിലൊന്ന് പിന്നെ നമ്മുടെ സ്മൃതിപഥമാണ്. നോക്കിയാൽ മതി, എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പറയാം. നമ്മൾ എഴുതി തയ്യാറാക്കി അത് കോർപ്പറേഷൻ കൗൺസിൽ അംഗീകരിച്ച് അത് നമ്മൾ നേരത്തെ അതിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നതാണ്. മറ്റൊന്ന് നമ്മുടെ AKG ഭവനാണ്, കോഴിക്കോട് CPIM-ന്റെ കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി ഓഫീസ്. അത് നമ്മളെ പലപ്പോഴും പാർട്ടി ഓഫീസുകളൊക്കെ വളരെ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്ന ചില രീതി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മതി. ഏറ്റവും എന്താ വെച്ചാൽ നമ്മൾ നാട്ടുകാരോട് മുഴുവൻ ഈ ശുചിത്വത്തെക്കുറിച്ച് പറയുകയാണ്. അങ്ങ് പറയുമ്പോൾ അത് പറയാൻ ധാർമ്മിക അവകാശം ഉണ്ടാവണമെങ്കിൽ നമ്മളെപ്പോലുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളുകൾക്ക് അവരുടെ ഓഫീസും നമ്മൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളും എല്ലാം ശുചിത്വം പാലിക്കണം. അപ്പോൾ അവിടെയൊക്കെ കേവലം ശുചീകരണം വൃത്തിയായി വെക്കുന്നു എന്ന് മാത്രമല്ല, എഴുതി തയ്യാറാക്കിയ ശുചിത്വ പ്രോട്ടോകോൾ ഉണ്ട്, പെരുമാറ്റച്ചട്ടം, അത് കൃത്യമായി നടപ്പാക്കും. അതിനൊരു രാഷ്ട്രീയം ഉണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം. അതിനിടയാക്കുന്നത് ഗ്ലോബൽ വാർമിംഗ്. ആ ഗ്ലോബൽ വാർമിങ്ങിനിടയാക്കുന്ന പല കാരണങ്ങളിൽ ഒന്ന് മലിനീകരണം, അതായത് അന്തരീക്ഷ മലിനീകരണം, ജലമലിനീകരണം, മറ്റു സമൂഹത്തിൽ കാണുന്ന എല്ലാ മലിനീകരണം, അതെല്ലാം. അപ്പോൾ അതിലോരോന്നിലും നമ്മൾ കുറവ് വരുത്തണം. അപ്പം നിങ്ങൾ പിന്നെ ഈ യഥാർത്ഥത്തിൽ ഞങ്ങൾ പറയുന്നത് മുതലാളിത്തത്തിൻ്റെ അത്യാർത്തിയോടെയുള്ള വികസന ത്വരയാണ് ഈ മലിനീകരണങ്ങൾ ഉണ്ടാക്കുന്നത്, എല്ലാ സ്ഥലത്തും ഉണ്ടാക്കുന്നത്, വലിയ അളവിലുണ്ടാക്കുന്നത്. എന്നാൽ സോഷ്യലിസ്റ്റ് ലക്ഷ്യം പ്രഖ്യാപിച്ച ചൈനയെ ഈ മുതലാളിത്തത്തിന് അനുകരിക്കുന്ന മുതലാളിത്തം അനുകരിക്കുന്നത് അവർ സോഷ്യലിസം തന്നെ ലക്ഷ്യമായിട്ടാണ് പ്രഖ്യാപിച്ചത്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഉൽപാദനം
ത്തിലൂടെയാണ് അവരൊരിക്കൽ അവരുടെ ലീഡർഷിപ്പ് പറയുന്നത് എന്താ വെച്ചാൽ ഈ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം പങ്കുവെക്കലല്ല, സമ്പത്ത് പങ്കുവെക്കലാണ്. അപ്പൊ സമ്പത്ത് ഉൽപാദനം നടക്കണം. ആ സമ്പത്ത് ഉൽപാദനത്തിലാണ് ഞങ്ങൾ ഊന്നൽ നൽകുന്നത്. വേറെ ഒന്നിലും ഇപ്പം മറ്റ് രാജ്യ സംഘർഷങ്ങളിലൊന്നും തലയിടുന്നില്ല. അതുകൊണ്ട് തന്നെ മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ടെക്നോളജി എല്ലാം അവർ കൊണ്ടുവരും നിശ്ചിത കാലത്തേക്ക്. അങ്ങനെയാണ് അവരെ സമീപനം. അപ്പൊ ആ രീതി അവലംബിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മലിനീകരണം അവരുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സോഷ്യലിസം ലക്ഷ്യമായി പ്രഖ്യാപിച്ച മാർക്സിസം ലെനിനിസവും മാവോ സിങ്ങിന്റെ ചിന്തയും ദെങ് സിയാവോപിങ്ങിന്റെ സിദ്ധാന്തവും ഒക്കെ മുറുകെ പിടിച്ച് പോന്നവരായതുകൊണ്ട് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കൽക്കരി ആശ്രയിച്ചാണ് ഊർജ്ജോൽപാദനം, അത് ഞങ്ങൾ സോളാറിലേക്ക് മാറുക, ഒരു നിശ്ചിത കാലത്ത് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. 2035 ആകുമ്പോഴേക്ക് റോഡിലേക്ക് ഇറങ്ങുന്ന മറ്റേ വാഹനങ്ങളൊക്കെ പിന്നെ ഇലക്ട്രിക്കൽ വാഹനങ്ങളാണ്. അപ്പൊ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ അതേസമയം അമേരിക്ക ഇപ്പൊ ട്രംപ് വന്നതോടുകൂടി അവർ നേരത്തെ പറഞ്ഞിടത്തും പിന്നോട്ട് പോകും ഈ കാര്യത്തിനകത്ത്. അപ്പൊ ഈ ഗ്ലോബൽ വാർമിങ്ങിനെതിരെയുള്ള ഒരു സമരത്തിന്റെ രാഷ്ട്രീയം നമ്മളെ ശുചിത്വത്തിനുണ്ട്. അത് കേവലം ഒരു പ്രദേശം അടിച്ചുവാരി വൃത്തിയാക്കി മലിനമാക്കുക എന്നുള്ളതിനപ്പുറത്ത് അതിന്റെ പൊളിറ്റിക്സ്. പക്ഷെ ആ പൊളിറ്റിക്സ് ഞാൻ ചോദിക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ സത്യസന്ധമായ ഉത്തരം പറയണം. അത്തരത്തിലൊരു കോൺസെപ്റ്റ് CPIM ഉണ്ടോ? ഈ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് താഴെത്തട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ടോ? ഉണ്ട്. അല്ല, CPIM നയിക്കുന്ന ഗവൺമെന്റ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാലിന്യമുക്തം നവകേരളം എന്ന ക്യാമ്പയിൻ നടത്തുകയാണ്. അപ്പൊ നമ്മുടെ സ്ഥാപനങ്ങൾ എല്ലാം അങ്ങനെ ചെയ്യാൻ ഇത് ചെയ്യുന്നു. ഞാൻ അതിനകത്ത് ഒരു കാര്യം കൂടെ ചേർത്ത് പറയുന്നതാണ്, അത് ശരിക്കും പിന്നെ ഫലവത്താവണമെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ ശുചിത്വ പ്രോട്ടോകോൾ തന്നെ നടപ്പാക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ ഉണ്ടാകുന്ന മാലിന്യ പ്രശ്നമല്ല എവിടെ ഉണ്ടാകുന്നത്, പിന്നെ അറവുശാലയിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആശുപത്രിയിൽ ഉണ്ടാകുന്നത്, അംഗൻവാടിയിൽ ഉണ്ടാകുന്നത് വ്യത്യസ്തമാണ്. അപ്പൊ അതനുസരിച്ച് ഓരോ സ്ഥാപനത്തിൻ്റെയും മാലിന്യ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള പ്രോട്ടോകോൾ അവിടെ ഉണ്ടാകണം. ഈസി ആയിട്ട് നടപ്പാക്കാവുന്നേ ഉള്ളൂ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് മനസ്സ് മാത്രം വെച്ചാൽ നടപ്പാക്കാവുന്നതാണ്. എങ്കിലും ഈ മാലിന്യങ്ങൾ പുറത്തു വരുന്നതിൻ്റെ അളവ് വലിയ നിലയിൽ കുറയും. അപ്പം ഇത് ഗവൺമെൻറ് ചെയ്യണം. അപ്പം അതിനോടൊപ്പം ഇതും കൂടെ ചേർത്ത് കാണുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെ കാണുന്നുണ്ടെന്നുള്ളതാണ്. അല്ലാതെ കേവലം ഒരു അടിച്ചുവാരി വൃത്തിയാക്കുന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് ഉയർത്തി പറയാനും പറ്റണം. ഈ രാഷ്ട്രീയം കൂടെ പറയാൻ കഴിയണം. പ്രതിഭട്ടൻ ഇപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് ആണ് ഒരു ഫെലോഷിപ്പ് തന്ന് ആദരിച്ചിരിക്കുന്നത്. അതിൽ എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിനെ ഒരു ആർക്കിടെക്റ്റുകൾ ചേർന്നിട്ട് ആദരിക്കുന്നതിന്റെ എന്താണ് അതിന്റെ കാരണം? അത് അവർ പറയേണ്ടതാണ്, ഞാൻ പറയേണ്ടതില്ല. പക്ഷെ അവരെന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പറഞ്ഞ പോലെ ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ ഒരു മേഖലയെ, ഈ ശാഖയെ നമ്മൾ ഈ പറഞ്ഞ പോലെ പബ്ലിക് പ്രോജക്റ്റുകളും ഒക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്നതിന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മൾ നേരത്തെ അവരോടൊപ്പം ചേർന്ന് നടത്തിയ പ്രവർത്തനം അത് ബന്ധിപ്പിച്ചു. നേരത്തെ അതിനു മുമ്പ് അങ്ങനെ ഈ പറഞ്ഞ പോലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ആർക്കിടെക്ട്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരിക എന്നുള്ളതല്ലാതെ സർക്കാരിൻ്റെ മറ്റൊരു സ്ഥലത്തും അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാറില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പം അത് നമ്മളിവിടെ എല്ലാ പ്രോജക്റ്റുകളിലും കൊണ്ടുപോകുന്നു. നമ്മൾ ആഗ്രഹിച്ച പദ്ധതികൾ ആ നിലയിൽ വരണമെങ്കിൽ ഇവരുടെ സേവനം ഉണ്ടാവണം എന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു. അവരതിന് സന്നദ്ധമായി എന്നുള്ളതാണ്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജനപ്രതിനിധി ഒരു പ്രവർത്തനം ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം ചേർന്ന് നിന്നാൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ഗുണപരമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള നല്ല ബോധ്യം അവർക്കുണ്ട്. അപ്പം മാത്രമല്ല, നമ്മളെല്ലാം വളരെ ജനാധിപത്യപരമായ പരസ്പരം ചർച്ച ചെയ്തിട്ടാണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളെ അനുഭവങ്ങൾ എന്നുള്ള കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യും, എൻ്റെ പരിമിതി. അങ്ങനെയാണ് ഒരു ഭാഗം. മറ്റൊന്ന് പിന്നെ അവരുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ, ഈ ആർക്കിടെക്ട്സ് കമ്മ്യൂണിറ്റിയുമായി നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഇടപെടുമ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുമല്ലോ. അതിലൊന്നാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ആർക്കിടെക്ട് ആക്ട് ഉണ്ട് 74. അത് ഫലത്തിൽ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ട് നമ്മുടെ കേരളത്തിൽ എവിടെയും അത് പ്രാവർത്തികമായിട്ടില്ല. അതനുസരിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ വന്നാൽ പിന്നെ ഇവിടെ ആർക്കിടെക്ട്സിൻ്റെ വളരെ ഗുണമേന്മയോടെയുള്ള സേവനം സമൂഹത്തിനാകെ ലഭിക്കും. അതനുസരിച്ചിട്ട് ന്യായമായിട്ടുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കും. അതിനകത്തൊന്നും വേറെ അൺഹെൽത്തി കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഇഷ്യൂ ഒക്കെ നിയമസഭയിലൊക്കെ ഉന്നയിക്കാനൊക്കെ സ്വാഭാവികമായിട്ട് അവരായിട്ട് അടുത്തിടപെടുന്നതുകൊണ്ട് എൻ്റെ അടുത്താണ് അവർ പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൽ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഞാൻ ചെയ്തിരുന്നു. അതും അവർ പരിഗണിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ളൊരു അംഗീകാരം
തരുന്നതിലേക്ക് അതിനുവേണ്ടി ഒരുപാട് കാര്യം നമ്മൾ ഒന്നിച്ച് ചെയ്തു എന്നുള്ളത്. പിന്നെ എന്തായാലും ഒരു കാര്യം ഉണ്ടായി, ഞങ്ങൾക്കൊരു ഗുണമുണ്ടായി. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തപ്പോൾ ഒരു ജനപ്രതിനിധിയും ഈ ആർക്കിടെക്ട്സും കൂടെ ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ ഒരു സവിശേഷ പിന്നെ ശാഖയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ മേഖലയെക്കുറിച്ച് സമൂഹത്തിന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ, അവരെ പഠിപ്പിക്കാൻ, ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. നല്ലൊരളവ്, പൂർണ്ണമായി എന്നല്ല, നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മളെ ജനങ്ങളുടെ ഒരു 15% ആർക്കിടെക്ട്സിന്റെ സേവനം ഉപയോഗിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഡിസൈൻ എന്നുള്ള സംഭവം തന്നെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടാവും. അപ്പോൾ പേഴ്സണൽ, ഇപ്പോൾ വീടുകൾ ചെയ്യുമ്പോൾ, കടകൾ ചെയ്യുമ്പോൾ, ഏത് സ്ഥാപനം ചെയ്യുമ്പോഴും ഭയങ്കര ഭംഗിയായി വരും. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കണ്ട് അന്തപ്പെടുന്നത് ഇതാണല്ലോ. അപ്പം അത് ഇവിടെ അതിൻ്റെ അവയർനെസ് കുറവാണ്. അപ്പം ഇതിലൂടെ ഇത് ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തല്ലോ നമ്മുടെ പ്രോജക്റ്റുകൾ പലതും. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇതെങ്ങനെ സാധിച്ചു, അപ്പോൾ ആർക്കിടെക്ട്സ് ആണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും മാസ്റ്റർ പ്ലാൻ വേണം, ആർക്കിടെക്ചർ ഡിസൈൻ വേണം, ആർക്കിടെക്ചറിനെ ഇവിടെ കിട്ടും, ആരാണ് ഈ ആർക്കിടെക്ട്സ്, അങ്ങനെ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു ആർക്കിടെക്റ്റിനെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്പോൾ ഈ ഒരു അവർ നോക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആർക്കിടെക്ട്സിന് ഏറ്റവും കൂടുതൽ അവരുടെ പ്രോജക്റ്റുകൾ രൂപകൽപ്പന ചെയ്യാൻ എൻഗേജ് ചെയ്ത ഒരു ടേമാണിത്. ഈ ടേം അതിൻ്റെ ഗുണവും ഉണ്ടായിട്ടുണ്ട്. പല അവരുടെ പുതിയ നിർമ്മാണങ്ങളിലൊക്കെ ഡിസൈനുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാമൂഹ്യ വിദ്യാഭ്യാസം എന്നൊരു ധർമ്മം കൂടെ ഞങ്ങളെ ഈ കോമ്പിനേഷനിലൂടെ ഇവിടെ നടന്നു. അപ്പം അതിനെല്ലാം പൊതുവായി അവർ വിലയിരുത്തുന്നു. ആ ഒരു മേഖലയ്ക്ക് വേണ്ടി അതിൻ്റെ പുറത്തു നിന്ന് ഇടപെട്ട ഒരാളെന്ന നിലയിലാണ് അവർ അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്.